Hallelujah. Praise the Lord. ദൈവത്തിന് മഹത്വം. Praise the Lord. ദൈവത്തിന് മഹത്വം. Praise the Lord. ദൈവത്തിന് മഹത്വം. What a wonderful Father we have. എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവ് നമുക്കുണ്ട്. Such a joy to be in the house of God. ദൈവഭവനത്തിലായിരിക്കുവാൻ ഏറെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. We miss you all as you all miss us. ഞങ്ങളെ നിങ്ങൾ മിസ് ചെയ്യുന്നത് പോലെ ഞങ്ങളും നിങ്ങളെ മിസ് ചെയ്യുന്നു. Now people are telling more often, Pastor, we miss you. ഇപ്പോൾ വ്യക്തികൾ അധികമായിട്ട് പറയുന്നു, പാസ്റ്റർ ഞങ്ങൾ നിങ്ങളെ മിസ് ചെയ്യുന്നു. Sometimes I wonder I should have gone earlier. I would have been loved more. ചിലപ്പോൾ ഞാൻ ഓർക്കും, ഞാൻ അല്പം കൂടെ നേരത്തെ പോയിരുന്നെങ്കിൽ കുറച്ച് അധികം സ്നേഹം കിട്ടിയേനെ എന്നുള്ളത്. And I bring you greetings from Hannah and the children and the whole family there in Dubai. ഹനയിൽ നിന്നും കുടുംബത്തിൽ നിന്നും കുഞ്ഞുങ്ങളിൽ നിന്നുള്ള എല്ലാ ദുബായിൽ നിന്നുള്ള കുടുംബത്തിൽ നിന്നുള്ള സ്നേഹവന്ദനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. And it's wonderful to see the church also pursuing the presence and the love and the revival that God wants to pour. ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സാന്നിധ്യം, ഉണർവ്, ദൈവത്തിന്റെ സ്നേഹം, ഇതെല്ലാം സഭ ഒന്നിച്ച് അതിൽ മുന്നേറുന്നത് കാണുവാൻ ഏറെ സന്തോഷമുണ്ട്. It's good to be speaking and translating with Pastor Jijo after a while again. സമയത്തിന് ശേഷം പാസ്റ്റർ ജിജോയോട് സംസാരിക്കാനും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് സന്തോഷമുണ്ട്. This morning the world is celebrating Father's Day. ഈ പ്രഭാതത്തിൽ ലോകം ഇന്ന് പിതൃദിനം ആചരിക്കുകയാണ്. The Bible says in Ephesians 6 verse 1 to 3. എഫെസ്യ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, Children, obey your parents in the Lord. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. For this is right. അത് ന്യായമല്ലോ. Honor your father and mother. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. Which is the first commandment with a promise. അത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാവും. So that it may be well with you. അത് നിനക്ക് നന്മ ഉണ്ടാകുവാനും, that you may live long on earth. നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും. It blows my mind to think that God the Father will connect the ability for me to honor my father and mother to me having a long life. എൻ്റെ ദീർഘായുസ്സും എൻ്റെ അമ്മയെ അപ്പനെ ബഹുമാനിക്കുക എന്നുള്ള ആ കഴിവുമായിട്ട് ദൈവം അത് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് എന്നെ ഏറെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. And the length of life may vary for different people. ആ ജീവിതത്തിൻ്റെതായിട്ടുള്ള ദൈർഘ്യം അത് പലർക്കും പലതായിരിക്കാം. Some have long but unfruitful. ചിലർക്ക് ദീർഘായുസ് ഉണ്ടാകാം, എന്നാൽ വലിയ ഫലപുഷ്ടിയില്ല. And I think God wants us to have a long and fruitful life. ദൈവത്തിന് ആഗ്രഹം ദീർഘായുസോടുകൂടിയുള്ള ഫലപുഷ്ടിയുള്ള ജീവിതം നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Honoring your father and mother is a commandment to the children. അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുക അല്ലെങ്കിൽ ബഹുമാനിക്കുക എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ള ഒരു കൽപ്പനയാകും. So that it will go well with you. അത് നിനക്ക് നന്മ ഉണ്ടാകുവാൻ കാരണമാകും. So that it will go well with you. അത് നിനക്ക് നന്മ ഉണ്ടാകുവാൻ കാരണമാകും. I receive that commandment today in my heart in Jesus name. ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ആ കൽപ്പന യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. The Bible talks about earthly fathers and spiritual fathers. തിരുവചനം പറയുന്നത് ആത്മീയ പിതാക്കന്മാരും അതോടൊപ്പം തന്നെ ഭൂമിയിലുള്ള പിതാക്കന്മാരെ കുറിച്ചുമാകും. Those who don't have earthly fathers, you have spiritual fathers God has placed in your life. ഭൂമിയിൽ പിതാക്കന്മാർ ഇല്ലാത്തവർക്ക് നിങ്ങളുടെ മേൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആത്മീയ പിതാക്കന്മാരുണ്ട്. Honor your father and mother that it may go well with you. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അത് നിനക്ക് നന്മ ഉണ്ടാകുവാൻ കാരണമാകും. One day a small boy said, Father's Day is just like Mother's Day. ഒരു ചെറിയ കുഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ പറയുകയുണ്ടായി, പിതാക്കന്മാരുടെ ദിവസം എന്ന് പറയുന്നത് അമ്മമാരുടെ ദിവസം പോലെ തന്നെയാണ്. Only that you don't spend as much on a gift. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഒരു ഗിഫ്റ്റ് മേടിക്കാൻ മറ്റേതുപോലെ ഒത്തിരി പൈസ ചെലവാക്കുന്നില്ല. And the father turned around and said, what gift? അപ്പോൾ പിതാവ് തിരിഞ്ഞു ചോദിച്ചു, ഏത് ഗിഫ്റ്റിന്റെ കാര്യമാണ്? Many times when it comes to fathers and mothers, we express differently. പല സമയത്തും പിതാക്കന്മാരും മാതാക്കന്മാരുടെയും കാര്യം വരുമ്പോഴത്തേക്കും നാം വ്യത്യസ്തമായിട്ട് നാം അത് പ്രകടിപ്പിക്കുന്നു. When we grow up, we have different opinions about our fathers. നാം വളർന്നു വരുമ്പോൾ നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. Mark Twain said like this. മാർക്ക് ട്വെയിൻ ഇങ്ങനെ പറഞ്ഞു, When I was a boy of 14, my father was so ignorant. എനിക്ക് 14 വയസ്സുള്ള ഒരു യുവാവായിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് എൻ്റെ പിതാവിനെ ഒന്നും അറിയുകയില്ല. I could hardly stand to have the old man around. ഈ ഒരു പ്രായമുള്ള മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാൻ തന്നെ പ്രയാസമായി. But when I got to 21, എന്നാൽ 21 വയസ്സായപ്പോൾ I was astonished how much this old man had learned in the last 7 years. ഈ കഴിഞ്ഞ 7 വർഷം ഈ പ്രായമുള്ള മനുഷ്യൻ എത്ര പഠിച്ചു എന്നുള്ളത് ആലോചിച്ച് ഞാൻ ആശ്ചര്യപ്പെട്ടു.
That was we fathers feel with that, don't we? പിതാക്കന്മാർക്ക് അത് എന്നോടൊന്ന് തോന്നുന്നുണ്ടോ? Those of you that don't have a 14-year-old or a 16-year-old like I do, എനിക്കുള്ളതുപോലെ 14 വയസ്സിന്റെ ഒരു മകനോ 16 വയസ്സിന്റെ മകളോ ഇല്ലാത്തവർക്ക് your time will come. നിങ്ങളുടെ സമയം വരും. And they will also turn 21 when they appreciate you. അപ്പോൾ 21 വയസ്സാകുമ്പോൾ അവർ നിങ്ങളെ ഏറെ മതിപ്പോടുകൂടെ കാണുകയും ചെയ്യും. A popular comedian, Bill Cosby, that many people around the world know, he says, now that my father is a grandfather, ലോകത്തിൽ പലർക്കും അറിയുന്ന ബിൽ കോസ്ബി എന്ന് പറയുന്ന ഒരു കൊമേഡിയൻ, അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, എൻ്റെ പിതാവിന് ഇപ്പോൾ he just can't wait to give money to my children. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പണം നൽകുവാനായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ കാത്തിരിക്കാൻ വയ്യ. അദ്ദേഹം ഇപ്പോൾ ഒരു അപ്പച്ചനായിരിക്കുന്നു. But when I was a kid, I asked him for 50 cents and he would tell me the story of his life. എന്നാൽ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് 50 സെന്റ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജീവിത കഥ മുഴുവൻ പറഞ്ഞു തരും. How he got up at 5 a.m. എങ്ങനെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു, when he was 70 years old 70 വയസ്സായപ്പോൾ and walked 23 miles to milk 90 cows. അപ്പോൾ 90 പശുക്കളെ അതിന്റെ പാല് കറക്കുവാനായിട്ട് 23 മൈലോളം നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും. And the farmer for whom he worked had no bucket. അതോടൊപ്പം തന്നെ അദ്ദേഹം വേല ചെയ്ത ആ കൃഷിക്കാരന് അദ്ദേഹത്തിന് ബക്കറ്റ് ഇല്ലായിരുന്നു. So he had to milk the milk into his own little hand. തന്റെ കയ്യിലേക്ക് തന്നെ ആ പാല് കറന്നെടുക്കണമായിരുന്നു. And walk 8 miles to the nearest can. ഏറ്റവും അടുത്ത ക്യാനിന്റെ അടുത്തേക്ക് 8 മൈൽ നടക്കണമായിരുന്നു. All this for 5 cents. ഇതെല്ലാം ഈ 5 സെന്റ് കിട്ടണമെങ്കിൽ ഞാൻ കേൾക്കണം. The result was I never got my 5 cents. അതിന്റെ ഏറ്റവും പരിണത ഫലം എന്ന് പറയുന്നത് ഈ 5 സെന്റ് എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടേയില്ല. And somehow the children remember the story different from what you said. എന്നാൽ നാം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാകുന്നു മക്കൾ ആ കഥ ഓർമ്മിക്കുകയും They remember the exaggerated story. അവർ ഓർക്കുന്നത് ഇതിനെ വളരെ അധികമായിട്ട് പറഞ്ഞിരിക്കുന്ന രീതിയിലാണ്. Bill Cosby says, well, now he tells my children every time he comes to my house. എന്നാൽ ഈ സമയത്ത് എൻ്റെ പിതാവ് ഓരോ സമയം എൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ മക്കളോട് പറയുന്നത്, well, now let's see how much money granddad has brought for his wonderful grandchildren. ഇപ്പോൾ അപ്പച്ചൻ തന്റെ കൊച്ചുമക്കൾക്ക് എത്ര പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ നമുക്ക് നോക്കാമെന്നാ പറയുന്നത്. And the minute they take money out of his hands, അവർ തന്റെ കയ്യിൽ നിന്ന് ആ പണം എടുക്കുന്ന സമയം തന്നെ I call them over to me, snatch it away from them and say, that's my money. ഞാൻ അവരെ വിളിച്ച് ആ പൈസ എൻ്റെ കയ്യിലേക്ക് എടുത്തിട്ട് പറയും അത് എൻ്റെ പൈസയാണ്. Hallelujah. Thank God for fathers. Thank God for grandfathers. പിതാക്കന്മാർക്കായിട്ടും അതോടൊപ്പം തന്നെ അപ്പച്ചന്മാർക്കുമായിട്ടെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു. They say being a granddad is pure pleasure without responsibility. അപ്പച്ചന്മാകുക എന്ന് പറയുന്നത് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ പൂർണ്ണമായിട്ടുള്ള സന്തോഷമാണെന്നാ പറയുന്നത്. If the grandkids cause trouble, throw them into the children's hands and says, take care of your children. എന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ മക്കളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയും അവരെ നോക്കുക എന്ന് പറയും. As we grow up, people go through different stages in life. നാം വലുതാകുമ്പോൾ അല്ലെങ്കിൽ പ്രായത്തിൽ മുതിരുമ്പോൾ നാം വ്യത്യസ്തമായിട്ടുള്ള പ്രായഘട്ടങ്ങളിലൂടെ കടന്നു പോകും. When we are 4, the children say, my daddy can do anything. 4 വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങൾ പറയുന്നു എൻ്റെ പിതാവിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. When we are 7, they say, my dad knows a whole lot of things. 7 വയസ്സാകുമ്പോൾ അവർ പറയുന്നു എൻ്റെ പപ്പയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. When they are 8, they say, my father doesn't know quite everything. 8 വയസ്സാകുമ്പോൾ പറയും അങ്ങനെ എല്ലാം ഒന്നും പപ്പയ്ക്ക് അറിയത്തില്ല. When they are 14, father, hopelessly old-fashioned. അപ്പോൾ 14 വയസ്സാകുമ്പോഴത്തേക്കും പറയും പപ്പ അതേ ഒരു പഴഞ്ചനാണ്. When he is 21, they say, oh, that man is out of date. What do you expect? അപ്പോൾ 21 വയസ്സാകുമ്പോഴത്തേക്കും പറയും അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്, എന്ത് പ്രതീക്ഷിക്കാനാണ്. When they are 25, he knows little about it, not so much. 25 വയസ്സാകുമ്പോൾ പറയും എന്തൊക്കെയോ കുറച്ചറിയാം, ഒരുപാടൊന്നും അറിയത്തില്ല ആ മനുഷ്യന്. When we are 30, we say, we must find out what dad thinks about this. 30 വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ പറയും ഇതിനെക്കുറിച്ച് പപ്പ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കാം. And when we are 35, we say, a little patience, let's get dad's thoughts and meanings first. 35 വയസ്സാകുമ്പോൾ പറയും നമുക്ക് ഒന്ന് ക്ഷമിച്ചിരിക്കാം, പപ്പയുടെ ചിന്തകളും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. When we are 50, we say, what would have dad thought about this? 50 വയസ്സാകുമ്പോഴത്തേക്കും നാം ചിന്തിക്കുന്നു പപ്പ ഇതിനെക്കുറിച്ച് എന്ത് ചിന്തിച്ചിട്ടുണ്ടാകും.
When we are 60, we say, my dad knew literally everything. 60 വയസ്സാകുമ്പോൾ നാം പറയുന്നു എൻ്റെ പിതാവിന് ഏകദേശം എല്ലാം തന്നെ അറിയാമായിരുന്നു. When we are 65, 65 വയസ്സാകുമ്പോൾ we say, I wish I could speak to my dad once more. നാം ചിന്തിക്കുന്നത് ഒരിക്കൽ കൂടെ എൻ്റെ പിതാവിനോട് സംസാരിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ. Only when you have the absence do you find how fond you are of the person that's not in your life. പലപ്പോഴും നമുക്ക് ആ അഭാവമുള്ളപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ വ്യക്തിയെ നാം എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത്. Jesus actually came to reveal the fatherhood of God. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിൻ്റെതായിട്ടുള്ള സ്വഭാവത്തെ വെളിപ്പെടുത്തുവാനായിട്ടാകും. In John's Gospel 17, in the great high priestly prayer, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെതായിട്ടുള്ള 17-ാം അധ്യായത്തിലെ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ read verse 25 and 26. John 17, verse 25 and 26. 25-ഉം 26-ഉം വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. അങ്ങ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങ് എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ അങ്ങയുടെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. That I may reveal your name to them. ഞാൻ അങ്ങയുടെ നാമം അവർക്ക് വെളിപ്പെടുത്തുവാനാണ്. There is a heart that Jesus carried as a son. He thought in his heart, my job is to reveal the Father's heart. ഒരു പുത്രനായി യേശു വഹിച്ചിരുന്നതായിട്ടുള്ള ഒരു ഹൃദയമുണ്ടായിരുന്നു. യേശു മനസ്സിലാക്കിയത് എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പിതാവിനെ വെളിപ്പെടുത്തുവാനാണ്. When you look in the Bible, Jesus, there's a scripture about Jesus that I love so much, and I want to build on that this morning. John's Gospel, chapter 1, verse 14. തിരുവചനത്തിൽ എനിക്ക് ഏറെ ഇഷ്ടമുള്ളതായിട്ടുള്ള ഒരു വേദഭാഗമുണ്ട്. ഈ വാക്യത്തിൽ നിന്ന് ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 14-ാമത്തെ വാക്യം. And the word became flesh and he dwelt among us, and we saw his glory as of the only begotten from the Father, full of grace and truth. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. The glory the Son had was what he got from the Father. പുത്രൻ ഉണ്ടായിരുന്നതായിട്ടുള്ള ആ തേജസ് എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് ലഭിച്ചതായിരുന്നു. That's why we must be careful what glory we are sharing with our children. അതുകൊണ്ടാകുന്നു നാം എന്ത് മഹത്വം നമ്മുടെ കുഞ്ഞുങ്ങളുമായി പങ്കിടുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം ഏറെ ശ്രദ്ധിക്കേണ്ടതാകും. Are we sharing a glory of godliness or a glory of wickedness? നാം ദൈവികമായിട്ടുള്ള തേജസ്സാണോ നാം പകരുന്നത്, അതോ നാം ദുഷ്ടതയുടേതായിട്ടുള്ള തേജസ്സാണോ പകരുന്നത്? Jesus came to reveal the glory of the Father. യേശു വന്നത് പിതാവിന്റെ മഹത്വം പകരുവാനായിട്ടാണ്. Jesus knew that the Father in heaven had a glory that people did not know about. യേശുവിന് അറിയാമായിരുന്നു വ്യക്തികൾക്ക് അറിയാത്തതായിട്ടുള്ള സ്വർഗ്ഗസ്ഥനായ ഈ പിതാവിന് ഒരു തേജസ്സുണ്ട്. And I believe this is what God wants us also to know, that he has a glory that we are not expecting or we are not familiar with. ഇത് തന്നെയാകുന്നു യേശു ഇന്നും ആഗ്രഹിക്കുന്നത്. നമുക്ക് പരിചയമില്ലാത്തതായിട്ടുള്ള ദൈവത്തിന്റെ ഒരു തേജസ്സുണ്ട്. What is this glory that I see about the Father? ഈ പിതാവിനെ കുറിച്ച് ഞാൻ കാണുന്നതായിട്ടുള്ള തേജസ് എന്താണ്? I see that he was full of grace and full of truth. ദൈവം കൃപയാൽ നിറഞ്ഞതും സത്യത്താൽ നിറഞ്ഞതുമായിരുന്നു. Some people love the grace of God. ചില വ്യക്തികൾക്ക് ദൈവത്തിന്റെ കൃപ ഇഷ്ടമാണ്. Some people love the truth of God. ചിലർക്ക് ദൈവത്തിന്റെ സത്യം ഇഷ്ടമാണ്. And so some people like to preach about grace and other people like to preach about truth. അതുകൊണ്ട് ചില വ്യക്തികൾക്ക് കൃപയെക്കുറിച്ച് പ്രസംഗിക്കാൻ ഇഷ്ടമാണ്, മറ്റു ചിലർക്കാണെങ്കിലും സത്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ But ഇഷ്ടമാണ്. Jesus came to say that the Father carried both grace and truth. എന്നാൽ യേശു കടന്നു വന്നത് പിതാവിൽ ഈ കൃപയും സത്യവും ഉണ്ട് എന്ന് പറയുവാനായിട്ടാകും. And I want to share in the limited time in Luke's Gospel chapter 15 the story that everybody knows as the prodigal son. അല്പസമയത്തിൽ ഞാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് പങ്കുവെക്കട്ടെ. എല്ലാവരും ആ കഥയെക്കുറിച്ച് അറിയുന്നത് മുടിയനായ പുത്രന്റെ കഥ അല്ലെങ്കിൽ ഉപമ എന്നുള്ള രീതിയിലാണ്. But I have titled the story, Once a father had two prodigal sons. എന്നാൽ ഞാൻ ഇന്ന് അതിന് നൽകുന്നതായിട്ടുള്ള തലക്കെട്ട് എന്ന് പറയുന്നത്, ഒരിക്കൽ ഒരു പിതാവിന് രണ്ട് മുടിയന്മാരായ പുത്രന്മാരുണ്ടായിരുന്നു. Once a father had two prodigal sons. ഒരിക്കൽ ഒരു പിതാവിന് രണ്ട് മുടിയന്മാരായ പുത്രന്മാരുണ്ടായിരുന്നു. Someone at some time wrote the title as the prodigal son story, and so we called it that. ഒരിക്കൽ ഒരു വ്യക്തി അങ്ങനെ ഒരു തലക്കെട്ട് എഴുതിയത് കൊണ്ട് നാം അത് പറഞ്ഞ് ആ സമയത്ത് ആ ഒരു വേദഭാഗത്തെ വിളിക്കുന്നു. And when we preach often, we focus on the one son that
looks obviously like a prodigal. പലപ്പോഴും നാം പ്രസംഗിക്കുമ്പോൾ ഒരു മുടിയനായിരിക്കുന്ന പുത്രൻ തോന്നിക്കുന്ന ആ മകനെ കുറിച്ചാണ് പലപ്പോഴും നാം പറയുന്നത്. But there's so much more to this story that I saw when I was preparing for this that I had never realized was in there. എന്നാൽ ഞാൻ പലപ്പോഴും പ്രത്യേകമായിട്ട് ഇതിനെ ഒരുങ്ങുന്ന സമയത്ത് കണ്ടത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരുപാട് ആഴങ്ങൾ കാണുവാനിടയായി. And so Jesus' desire was to reveal to the Pharisees and the sinners that there was a Father. To the Pharisees, he wanted to reveal the grace of the Father, and to the sinners, he wanted to reveal, no, to the sinners, he wanted to reveal the grace of the Father, and to the Pharisees, he wanted to reveal a truth of the Father that they were unable to see. എന്നാൽ യേശുവിന്റെ ആഗ്രഹമോ പാപികളോട് ദൈവത്തിന്റെ കൃപയെ വെളിപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ പരീശന്മാരോട് അവർക്ക് കാണുവാൻ കഴിയാത്തതായിട്ടുള്ള ദൈവത്തിന്റെ സത്യം വെളിപ്പെടുത്തുവാനുമായിട്ട്. So this man had two prodigal sons. അതുകൊണ്ട് ഈ മനുഷ്യന് രണ്ട് മുടിയന്മാരായ പുത്രന്മാരുണ്ടായിരുന്നു. Because, listen, because the Father was who he was, that is why the prodigal sons finally became who they were meant to be. ഈ പിതാവ് ആരായിരുന്നുവോ അതുകൊണ്ടാകുന്നു ഈ മുടിയന്മാരായ പുത്രന്മാർ അവസാനം അവർ ആരാകണമോ അങ്ങനെ ആയി തീരുവാൻ കാരണമായത്. But the challenge is, as fathers, when we raise our children, there is a journey. എന്നാൽ പിതാക്കന്മാരായിരിക്കുന്ന നാം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അതിൽ ഒരു യാത്രയുണ്ട്. Fathers have a unique role that mothers do not have. പിതാക്കന്മാർക്ക് തനതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ചുമതല അല്ലെങ്കിൽ റോൾ ഉണ്ട് അമ്മമാർക്കില്ലാത്തത്. Just before coming to this place, I had a word with Asher. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പാകെ ആഷറിനോട് ഞാൻ സംസാരിച്ചു. And Asher noticed that I had an iPhone and I had an Android Samsung phone. അപ്പോൾ ആഷർ ശ്രദ്ധിച്ചു എൻ്റെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് സാംസങ് ഫോണും ഉണ്ട് ഐഫോണും ഉണ്ട്. And so, like my daughter asked me some time ago, Dad, which one is better? അപ്പോൾ എൻ്റെ മകള് ചോദിച്ചതുപോലെ ഏതാ ഭേദം അല്ലെങ്കിൽ ഏതാ മികച്ചത്? And so I told Asher, I said, one is like the dad and one is like the mom. അപ്പോൾ ഞാൻ ആഷറിനോട് പറഞ്ഞു ഒന്ന് അമ്മയെ പോലെ ആകുന്നു ഒന്ന് അപ്പനെ പോലെ ആകും. I don't know which one is better. You need both. ഏതാണ് മികച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയുകയില്ല, നമുക്ക് രണ്ടും വേണം. Then Asher told me, you know the technology that is there in the iPhone. അപ്പോൾ ആഷർ എന്നോട് പറഞ്ഞു ഐഫോണിലുള്ള ആ സാങ്കേതിക വിദ്യ, if I show you some of the user friendly things, you will gravitate towards the mother. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ സൗകര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ അടുക്കലേക്ക് ഒരു ചായ്വുണ്ടാകും. I told him എത്ര ഗ്രാവിറ്റേറ്റ് ചെയ്ത് പോയാലും അവസാനം ചില കാര്യങ്ങൾക്ക് അപ്പം തന്നെ വേണം. So I told him that actually how much ever you gravitate, for some things you finally need the father. Let the mother enjoy the limelight while everybody is talking how wonderful one is or wonderful the other is. അപ്പോൾ ഒരു വ്യക്തി നല്ലത് അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന സമയത്തല്ല അമ്മമാർ അത് സന്തോഷിക്കട്ടെ എന്ന് ഞാൻ പറയുക. Some people find the younger son better. ചിലർ പറയുന്നത് ആ ഇളയ മകൻ മികച്ചവനാണ്. Some find the older one better. ചിലർ പറയുന്നത് ആ മൂത്ത പുത്രനാണ് മികച്ചവൻ. But I want us to look at this story that reveals so much about the father and the son. എന്നാൽ പിതാവിനെ കുറിച്ചും മക്കളെ കുറിച്ചും വെളിപ്പെടുത്തുന്ന ഈ കഥ നമുക്ക് ആഴത്തിലൊന്ന് നോക്കാം. In verse 11 of Luke's Gospel 15, 15-ാമത്തെ അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ the Bible begins with this line. തിരുവചനം ഇങ്ങനെ പറയുന്നു, and he said, a certain man had two sons. പിന്നെയും അവൻ പറഞ്ഞത് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. I begin to see in this portion of scriptures things that I had never seen before. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഈ വേദഭാഗങ്ങളിൽ ഞാൻ കാണുവാൻ തുടങ്ങി. I think I've preached this particular portion of scripture quite a lot for the last 25 years. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ഈ വേദഭാഗം ഞാൻ ഒരുപാട് തവണ പ്രസംഗിച്ചിരിക്കുന്നു. But one of the first things I saw in this story was that the father believed in a family. എന്നാൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ പിതാവ് കുടുംബത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. I want to start by saying God's fathers don't walk away. ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെതായിട്ടുള്ള പിതാക്കന്മാർ എന്ന് പറയുന്നത് അവർ കുടുംബത്തിൽ നിന്ന് വിട്ടിറങ്ങി പോകുന്നവരല്ല. No matter how much the world rejected the heavenly father, he still did not walk away. എത്രമാത്രം ഈ ലോകം എതിർത്താലും ശരി ദൈവം അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല, അല്ലെങ്കിൽ ഈ ലോകത്തെ
തള്ളിക്കളഞ്ഞില്ല. This father in Luke 15 was a fruitful father. ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ പിതാവ് എന്ന് പറയുന്നത് ഫലപുഷ്ടിയുള്ള ഒരു പിതാവാണ്. He had 2 children. തനിക്ക് 2 മക്കളുണ്ടായിരുന്നു. He had servants. തനിക്ക് He ദാസന്മാരുണ്ടായിരുന്നു. had a home. തനിക്കൊരു He ഭവനമുണ്ടായിരുന്നു. had, cattle. തനിക്ക് കന്നുകാലികളുണ്ടായിരുന്നു. He had an entire ecosystem. തനിക്ക് ആവശ്യമായിരിക്കുന്ന വ്യവസ്ഥിതികളെല്ലാം ഉണ്ടായിരുന്നു. He had music systems. തനിക്ക് ആവശ്യമായിരിക്കുന്ന സംഗീത ഉപകരണങ്ങളെല്ലാം He ഉണ്ടായിരുന്നു. had area to dance. തനിക്ക് നൃത്തം ചെയ്യുവാനുള്ള സ്ഥലമുണ്ടായിരുന്നു. And it's all there in this portion of scripture. ഇതെല്ലാം ഈ വേദഭാഗത്തിലുണ്ട്. It's just that I'd never seen it. ഞാൻ ഇത് ഇതുവരെ കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. Because my eyes see only what I want to see. കാരണം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതാണ് പലപ്പോഴും ഞാൻ കാണുന്നത്. To the prodigal, the younger prodigal, his eyes could only see a God who had everything but would not give him anything, so he has to fight to take his property. ഇളയ മുടിയനായ പുത്രൻ കണ്ടത് എന്താകുന്നു? എല്ലാം ഉള്ള ദൈവം തനിക്ക് നൽകാത്തതായിട്ടുള്ള ഒരു പിതാവ് അല്ലെങ്കിൽ ദൈവം, അതുകൊണ്ട് എല്ലാം ഞാൻ പിടിച്ചെടുക്കണം എന്നുള്ളതാണ് താൻ കാണുന്നത്. ഗ്രാബിംഗ് ഇറ്റ് ഓർ സ്നാച്ചിങ് ഇറ്റ്. But the older ones say ഈ മനുഷ്യൻ ഏതായാലും തരത്തില്ല, ചോദിച്ചിട്ട് കാര്യമില്ല, അങ്ങ് വിട്ടേരെ. But the elder one is thinking, the elder prodigal is thinking that actually he has everything but he will not give, that's why I'm not asking. So here are 2 sons and a father who had to deal with 2 sons who just couldn't see his heart. എന്നാൽ ഈ പിതാവിനെ സംബന്ധിച്ച് തൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് തൻ്റെ ഹൃദയം കാണുവാൻ കഴിയാത്തതായിട്ടുള്ള ഈ 2 മക്കളുമായിട്ട് തനിക്ക് ഇടപെടേണ്ടി വരും. I think Jesus wisely did not bring the mother into the story. It would have gotten complex. ഞാൻ വിശ്വസിക്കുന്നു യേശുക്രിസ്തു വളരെ ബുദ്ധിപരമായിട്ട് അമ്മയെ ഈ ചിത്രത്തിനകത്തോട്ട് കൊണ്ടുവന്നില്ല, ആണെങ്കിൽ വളരെ സങ്കീർണമായ. We don't want what mama has to say in this story because then father has to deal with a lot more. അപ്പോൾ ഈ കഥയിൽ അമ്മ പറയുന്നത് എന്തായാലും ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിതാവിന് ഒരുപാട് അധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. But the father, knowing these 2 sons are so different, this father had the ability to love both. ഈ 2 മക്കളും വ്യത്യസ്തരെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കെ തന്നെ പിതാവിന് 2 പേരും വ്യത്യസ്തമായി സ്നേഹിക്കുവാൻ കഴിയും. As you raise your children, you will realize your children are very different. നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വ്യത്യസ്തരാണ്. Some respond to you more. ചിലർ നിങ്ങളോട് അധികമായി പ്രതികരിക്കും. Some obey you more. ചിലർ നിങ്ങളെ അധികം അനുസരിക്കും. And then I've seen as parents the temptation in our heart is to wonder why is the other one not like the other one. പലപ്പോഴും മാതാപിതാക്കളായിരിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ കുഞ്ഞ് മറ്റേ കുഞ്ഞിനെ പോലെ അല്ല. I want you to know your parents thought the same about you. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കുറിച്ച് ഇത് തന്നെ ചിന്തിച്ചു. I want you to know they sat up in the night crying and praying for you. ഞാൻ നിങ്ങളോട് പറയട്ടെ, രാത്രി എഴുന്നേറ്റിരുന്ന അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. It's just that the father won't tell. പിതാവ് അത് പറയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. But he embraced both these sons. എന്നാൽ ഈ 2 മക്കളെയും അദ്ദേഹം ആലിംഗനം ചെയ്യുകയാണ്. He raised both these children. അവരെ 2 പേരെയും വളർത്തുകയാണ്. He taught both these children. അവരെ 2 പേരെയും പഠിപ്പിക്കുകയാണ്. I want you to know it is possible for 2 children to be born and raised in the same home under the same parents and have 2 different value systems. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരേ ഭവനത്തിൽ ഒരേ പിതാവിനാൽ വളർത്തപ്പെട്ടിരിക്കുന്ന 2 മക്കൾക്ക് 2 വ്യത്യസ്തമായിട്ടുള്ള വ്യവസ്ഥകൾ അല്ലെങ്കിൽ മൂല്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യമാണ്. I'm not speaking to those parents who have wonderful children and you don't know what it means to pray for them in the middle of the night. ഞാൻ സംസാരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ നിങ്ങൾക്ക് രാത്രി എഴുന്നേറ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവം എന്തെന്ന് അറിയാത്തവരോട് ഞാൻ പറയുന്നില്ല. If you are such a person, I want to officially let you know we hate you. നിങ്ങൾ അങ്ങനെയുള്ള മാതാപിതാക്കളാണെങ്കിൽ വളരെ ഔപചാരികമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾ നിങ്ങളെ പകയ്ക്കുന്നു. Because as parents we pay a price. കാരണം മാതാപിതാക്കളായിരിക്കുമ്പോൾ നാം ഒരു വില കൊടുക്കേണ്ടി വരും. Both the children are not the same. കാരണം 2 കുഞ്ഞുങ്ങളും ഒരുപോലല്ല. And if you have more than 2 children, 2-ൽ കൂടുതലുണ്ടെങ്കിൽ, in the name of the Father, Son and Holy Spirit, God help you. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. Because you are a man of faith. കാരണം നിങ്ങൾ വിശ്വാസത്തിന്റെ ഒരു മനുഷ്യനാണ്. Courage. ധൈര്യമുള്ള വ്യക്തിയാണ്. Boldness. ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്. The father embraced both. പിതാവ് 2 പേരെയും ചേർത്തു. The father heart of God, when God wants to teach his fathers, God wants to tell the fathers, embrace all your children. ദൈവം തന്റെ ഹൃദയം പിതാക്കന്മാർക്ക് വെളിപ്പെടുത്തുമ്പോൾ ദൈവം
പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളെ ചേർത്തുകൊള്ളുക. You must learn to celebrate both your children. നിങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളെയും നിങ്ങൾ ആഘോഷിക്കുവാൻ നിങ്ങൾ പഠിക്കണം. Some may bring you joy earlier, others will bring you joy later. ചിലർ സന്തോഷം ആദ്യം കൊണ്ടുവരും, ചിലർ പിന്നീട് കൊണ്ടുവരും. But the ones that bring you joy later, you may wonder, they have greater revelation about who you are than some of them that was with you all the time. എന്നാൽ പിന്നീട് സന്തോഷം കൊണ്ടുവരുന്ന വ്യക്തികളെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം, നിങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാട് അവർക്ക് അധികമുണ്ടല്ലോ ആദ്യം തൊട്ടേ ഉള്ളവരെക്കാൾ അധികമായി. God believes in his sons. ദൈവം തന്റെ കുഞ്ഞുങ്ങളിൽ വിശ്വസിക്കുന്നു. Fathers, believe in your children. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളിൽ വിശ്വസിക്കുക. Speak faith over your children. അവരുടെ മേൽ വിശ്വാസം പ്രവർത്തിക്കുക. Keep അല്ലെങ്കിൽ telling പറയുക, them, I'm so proud you're my son. അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഞാൻ നിങ്ങളിൽ ഏറെ അഭിമാനിക്കുന്നു. They may not be where you want them to be, but you have seen a prophetic future in them. അവർ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തായിരിക്കുകയില്ല, എന്നാൽ അവരുടെ പ്രവചനാത്മകമായിട്ടുള്ള ഭാവി നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം. While you are prophesying over them, എന്തുകൊണ്ട് നിങ്ങൾ അവരിൽ പ്രവചിക്കുന്നു? this is where they may sometimes put salt on the wound. ഈ സമയത്തായിരിക്കും ചിലപ്പോൾ ആ മുറിവിൽ ഉപ്പ് തേക്കുന്നത്. You finished one revival meeting, you heard bless your children. അവിടെ നിന്ന് bless ചെയ്ത് വീട്ടിൽ ചെന്നപ്പം younger son is saying, ആ പ്രോപ്പർട്ടിയുടെ പകുതി ഇങ്ങനെ തന്നെ. And you heard about prophesying on your children and from the revival meeting, and by the time you're on fire and reaching home, the younger son is asking, give me the share of my inheritance. So the younger one said to his father, Father, give me the share of the estate, not the share of the money in the FD, in the fixed deposits. I want the share of the whole estate. ഇളയ മകൻ പറയുകയാണ്, അപ്പ എനിക്ക് FD-യുടേതായിട്ടുള്ള പങ്കല്ല വേണ്ടത്, എന്നാൽ ആ എസ്റ്റേറ്റിന്റെ വസ്തുവകയുടെ മുഴുവൻ പങ്കാണ് വേണ്ടത്. And so the Bible says he divided his wealth between the two children. തിരുവചനം പറയുകയാണ്, ആ പിതാവ് അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. We see this, the father, Jesus is showing that the father learned how to work with a demanding son. ഇവിടെ പിതാവ് കാണിക്കുകയാണ്, ഇപ്രകാരം പിടിച്ചു മേടിക്കുവാനായിട്ട് ഡിമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള പുത്രനായിട്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് യേശു അല്ലെങ്കിൽ പിതാവിന് അറിയാം. Some of our children are more demanding. നമ്മളിൽ ചിലരുടെ കുഞ്ഞുങ്ങൾ അതുപോലെ ഡിമാൻഡിങ് ആണ്. Some are less demanding. ചിലർ അല്പം അല്ലെങ്കിൽ വളരെ കുറവാണ്. Love them anyway. അവരെ എങ്ങനെയാണെങ്കിലും സ്നേഹിക്കുക. Because you are the beacon of light that can set a value system for the family. കാരണം ആ കുടുംബത്തിന് വേണ്ടി ചില മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്ന ഒരു പ്രകാശത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യാശ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. There are many things I saw about the father that leaves an example for us. ഇവിടെ നമുക്ക് ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ മാതൃകയായിട്ട് എടുക്കുവാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പിതാവിനെ കുറിച്ചുണ്ട്. When the younger said to the father, give me the share of the property at the estate that falls to me, he divided the wealth among them. The father was not alone knowledgeable how to deal with a demanding son. The father, in the midst of the pain of the demands of the son, demonstrated his generosity. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ വസ്തുവിൽ എനിക്ക് വേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഈ പിതാവ് തനിക്ക് പുത്രനോടുമുള്ള ഇടപെടണം എങ്ങനെ അറിയുമെന്ന് മാത്രമല്ല, എന്നാൽ ആ വേദനയുടെ നടുവിൽ താൻ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ കരുണ വെളിപ്പെടുത്തുക. I'm not saying we must just do everything the children ask. കുഞ്ഞുങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെല്ലാം നാം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. But by this time this child was a man. എന്നാൽ ഈ സമയം കൊണ്ട് ആ പൈതൽ എന്ന് പറയുന്നത് ഒരു പുരുഷനായി മാറിയിരിക്കുന്നു. The father knew it was not only it was not time to teach him financial stewardship, because this boy is not going to listen now. പിതാവിന് മനസ്സിലായ അവനെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പഠിപ്പിക്കാനുള്ള സമയമല്ല ഇപ്പോൾ, കാരണം അവൻ പിടിച്ചു മേടിക്കുന്ന പരുവത്തിലായിരിക്കും. The father could have told him, are you a fool? Do you want to spend my hard-earned money? Do you think if I give you half of this, you know how to take care of it? Didn't do anything. The father demonstrated generosity. പിതാവ് അവിടെ ചോദിക്കുന്നില്ല, നിനക്ക് ബുദ്ധിയില്ലേ, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമെല്ലാം നീ ദൂരത്തടിക്കാൻ പോവുകയാണോ എന്നൊന്നും ചോദിച്ചില്ല. പിതാവ് ഈ വേദനയുടെ മധ്യേ, ഈ സാഹചര്യത്തിന്റെ മധ്യേ ദൈവത്തിന്റെ ദയയും കരുണയും വെളിപ്പെടുത്തി. The father was not generous before time when the boy was 11. ആ കുഞ്ഞ് 11 വയസ്സായപ്പോൾ പിതാവ് അവിടെ ഈ കരുണ കാണിച്ചില്ല. But when the child came of age, he knew, let me send him with the message. The last thing he must remember about me,
that I was a generous father. അപ്പോൾ അവിടെ ആ പിതാവ് അവന് 12 വയസ്സായപ്പോൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയായപ്പോൾ ആ പിതാവ് തീരുമാനിക്കുകയാണ്, ഒരുപക്ഷെ അവൻ ഓർത്തിരിക്കേണ്ട അവസാനത്തെ ദൂത എന്നിൽ നിന്നുള്ളത് ഞാൻ കരുണ ഉള്ള അല്ലെങ്കിൽ ദയാലുവായിരിക്കുന്ന പിതാവാണ്. When some people leave our church and go, ചില വ്യക്തികൾ നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ pastors don't know how to handle it. അതിനെക്കുറിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പാസ്റ്റർമാർക്ക് അറിയുകയില്ല. But I decided if anyone wants to leave the church and they come to me, Pastor, I feel we need to go. Most people don't come, but if they come, എന്നാൽ ഞാൻ തീരുമാനിച്ചു ആർക്കെങ്കിലും സഭയിൽ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ പലരും വരാറില്ല. എന്നാൽ അങ്ങനെ ആരെങ്കിലും വന്നാൽ I want to bless them and send them. ഞാൻ അവരെ അനുഗ്രഹിച്ചു വിടും. Because I want the last thing they remember about me, that we were loving and generous as a family. കാരണം എനിക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അവസാനത്തെ ഓർമ്മ അവർക്കുള്ളത് ഇതായിരിക്കണം, നാം സ്നേഹിക്കുന്ന ദയയുള്ള ഒരു കുടുംബമാണ്. Recently I blessed and released somebody at one place. ഞാൻ ഈ അടുത്ത ഒരു വ്യക്തിയെ അനുഗ്രഹിച്ച് ഞാൻ വിട്ടയച്ചു. And the person wrote back to me saying, thank you for being very generous with ആ us. വ്യക്തി എനിക്ക് തിരിച്ചെഴുതുകയുണ്ടായി, ഞങ്ങളോട് ഏറെ ദയ കാണിച്ചതിന് നന്ദി. Why did the father do this? എന്തുകൊണ്ട് പിതാവ് അത് ചെയ്തു? Because he knew the child would not remember the financial lesson, but one day he will come to his senses. That day he must remember the father is still a generous father. അപ്പോൾ ആ പിതാവ് ഓർക്കുകയാണ്, ഈ കുഞ്ഞിന് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങളൊന്നും ഓർമ്മ കാണുകയില്ല, എന്നാൽ അവൻ സുബോധം പ്രാപിക്കുമ്പോൾ തന്റെ പിതാവ് ദയയുള്ളൊരു പിതാവായിരുന്നു എന്നുള്ളത് താൻ ഓർക്കും എന്ന് ഈ പിതാവ് ചിന്തിക്കുക. There is a time to teach them. അവരെ പഠിപ്പിക്കേണ്ട ചില സമയങ്ങളുണ്ട്. There is a time to love them. അവരെ സ്നേഹിക്കേണ്ട സമയങ്ങളുമുണ്ട്. There is a time for truth. സത്യം പറഞ്ഞു കൊടുക്കേണ്ട സമയമുണ്ട്. Fathers, there is a time for grace. പിതാക്കന്മാരെ അതോടൊപ്പം തന്നെ കൃപ നൽകേണ്ട സമയങ്ങളും. The heavenly Father was full of grace and full of truth. സ്വർഗീയനായിരിക്കുന്ന നമ്മുടെ പിതാവ് കൃപ നിറഞ്ഞവനും അതോടൊപ്പം തന്നെ സത്യം നിറഞ്ഞവനുമായിരിക്കുന്ന ദൈവമാണ്. I saw that the father was a large-hearted father. എനിക്ക് മനസ്സിലായി ഈ പിതാവ് ഒരു വിശാല ഹൃദയനാണ്. He didn't divide the property in two, in three. താൻ മൂന്നായിട്ടല്ല അത് പകുത്തത്. He divided the property in two. രണ്ടായിട്ട് പകുത്തിരിക്കുന്നു. കൊടുത്താൽ എന്നാ നല്ലപോലെ ഇരിക്കട്ടെ. Even when I give, let me give really well. Listen to me, fully knowing that he will squander it. അവൻ ഇത് ധൂർത്തടിക്കുമെന്ന് പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് തന്നെ. Because the father was not a lover of money. കാരണം ഈ പിതാവ് എന്ന് പറയുന്നത് പണം സ്നേഹിക്കുന്ന പിതാവല്ല. As earthly fathers, God is not calling us to be lovers of money. നാം ഭൂമിയിലെ പിതാക്കന്മാരായിരിക്കുമ്പോൾ ദൈവം നമ്മെ വിളിക്കുന്നത് പണത്തെ സ്നേഹിക്കുവാനല്ല. In fact, the father was just. അതോടൊപ്പം തന്നെ ഈ പിതാവ് ന്യായവാനായ പിതാവാകും. Instead of 3 portions and living insecurely, he gave it in 2 portions. മൂന്നായിട്ട് പകുത്ത് ഒരു അരക്ഷിതാവസ്ഥയോടുകൂടെ ജീവിക്കുന്നതിന് പകരം താൻ അത് രണ്ടായി പകുത്തു I നൽകുകയാണ്. want to tell you, fathers, ഞാൻ നിങ്ങളോട് പറയട്ടെ പിതാക്കന്മാരെ, this father that Jesus was talking about was not insecure about his future. യേശുക്രിസ്തു പറയുന്ന ഈ പിതാവ് എന്ന് പറയുന്നതിന്റെ ഭാവിയെക്കുറിച്ച് അരക്ഷിതാവസ്ഥ ഉള്ള പിതാവല്ല. He was not thinking, how will I live? ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളത് ഭയപ്പെട്ട് ജീവിക്കുന്ന If I പിതാവ്. give both to two halves, what will happen to me? ഞാൻ എൻ്റെ 2 മക്കൾക്കും പകുതിയായി പകുത്തു കൊടുത്താൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് Because ചിന്തിക്കുന്നില്ല. the father knew that he had the ability to create wealth. The younger son had only the ability to demand wealth. കാരണം ഈ പിതാവിന് അറിയാമായിരുന്നു തനിക്ക് ധനം ആർജിക്കുവാനുള്ള കരുത്തുണ്ട്, എന്നാൽ തന്റെ ഇളയ മകനാണെങ്കിലോ ആ ധനം ചോദിക്കുവാനുള്ള കരുത്തേ ഉള്ളൂ. Even if everything was taken away, തന്നിൽ നിന്ന് എല്ലാം എടുത്തു മാറ്റിയാലും ശരി, the father knew I can still generate wealth. പിതാവിന് അറിയാമായിരുന്നു എനിക്ക് ഇനിയും ധനം ആർജിക്കുവാൻ And if കഴിയും. you ask the servants, who do you want to work for? The younger son, older son, or the father? ഈ ദാസന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആർക്കു വേണ്ടി വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, പിതാവിനാണോ മൂത്തപുത്രനാണോ അതോ ഇളയപുത്രനാണോ? They took all the property. അവർ എല്ലാം എടുത്തുകൊണ്ടുപോയി. The servants would say, we would work for the father. ദാസന്മാർ പറയും, ഞങ്ങൾ ഈ പിതാവിന് വേണ്ടി വേല ചെയ്യും. He lost everything, തനിക്ക് എല്ലാം നഷ്ടമായി, but he still has the ability inside him to generate wealth. എന്നാൽ തന്റെ അകത്ത് ഇപ്പോഴും ധനം ആർജിക്കുവാനുള്ള കരുത്തുണ്ട്. One thing I saw when the younger son was demanding from the father, ഇളയ മകൻ പിതാവിൽ നിന്ന് ഇത് ചോദിച്ചു മേടിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ the father did not discredit the voice of the unreasonable younger son. പിതാവിൻ്റെതായിട്ടുള്ള യുക്തിക്ക് ചേരാത്തതായിട്ടുള്ള അഭിപ്രായത്തെക്കുറിച്ച് ആ പിതാവ് ഒന്നും പറഞ്ഞില്ല. If God was actually going to be like that, ദൈവം അങ്ങനെ ആയിരുന്നുവെങ്കിൽ he would not have answered most of our prayers. നമ്മുടെ പല പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം നൽകുമായിരുന്നില്ല. He answers us when we cry, because even today, Father
listens to the voice of unreasonable children. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഉത്തരം തരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോഴും യുക്തിക്ക് ചേരാത്തതായിട്ടുള്ള പല പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവം ഇപ്പോഴും സ്നേഹത്തോടെ ഉത്തരം He നൽകുകയാണ്. didn't think this is a younger boy, he's not mature. ദൈവം ഒരിക്കലും ചിന്തിച്ചില്ല, അല്ലെങ്കിൽ പിതാവ് ചിന്തിച്ചില്ല, ഇത് ഇളയ മകനാണ്, അവന് പക്വതയൊന്നും ആയിട്ടില്ല. He bore with the foolishness of the immature and the arrogance of the proud. അതോടൊപ്പം തന്നെ ഈ പിതാവ് പക്വതയില്ലാത്തതായിട്ടുള്ള ആ മകന്റെ വിഡ്ഢിത്തത്തെ സഹിച്ചു, അതോടൊപ്പം തന്നെ മൂത്തപുത്രൻ്റെതായിട്ടുള്ള ധാർഷ്ട്യത്തെയും സഹിച്ചു. He was proactive as a father. താൻ ഒരു പിതാവ് എന്ന നിലയിൽ വളരെ സജീവമായി താനായിരുന്നു. The Bible says immediately he went and divided the wealth in two. ഉടനെ തന്നെ അത് പകുത്തു കൊടുത്തു എന്ന് പറയുകയാണ്. ഞാനൊന്ന് നോക്കട്ടെ. Let me think about it. You know, in my family, when they hear the children ask something, when they say ഞാനൊന്ന് ചിന്തിക്കട്ടെ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്ന് കേൾക്കുമ്പോൾ it is an immeasurable period of time between 5 minutes to infinity. അത് 5 മിനിറ്റും അതോടൊപ്പം തന്നെ ഇൻഫിനിറ്റിക്കും ഇടയിലുള്ള അളക്കാൻ കഴിയാത്തൊരു സമയമാണ്. Last night my son asked me something. I said, let me think about it. കഴിഞ്ഞ രാത്രി എൻ്റെ മകൻ എന്നോടൊരു കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. If I have a sense I'm going to give it, I will say, let me pray about it. അപ്പോൾ എനിക്ക് കൊടുക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറയും പ്രാർത്ഥിക്കട്ടെ. Pray about it is a problem. My daughter comes back and asks me, when do I going to pray and what did God tell you? എന്നാൽ ഞാൻ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ മകൾ എന്നോട് വന്ന് ചോദിക്കും, എപ്പോഴാ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ദൈവം എന്ത് പറഞ്ഞു. Now, so that's why let me think about it. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പം മാറ്റി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. So when they're saying, what did you think about it? No, I'm still thinking about it. അപ്പം അതിനെക്കുറിച്ച് ചിന്തിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. You see, Jesus, he was saying the Father was proactive. അവിടെ ഈ വേദഭാഗം പറയുന്നു, പിതാവ് വളരെ സജീവമായി കാര്യങ്ങൾ ചെയ്തു. Immediately gave it away. ഉടനെ തന്നെ പകുത്തു കൊടുത്തു. Verse 13 says, not many days later, the younger son gathered everything and went on a journey. 13ാമത്തെ വാക്യം പറയുന്നത്, ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച വസ്തു When the father was asked for the property, the father knew already the son is going to go. പിതാവിനോട് ഈ ഇളയ മകൻ ഇത് ചോദിച്ചു മേടിക്കുമ്പോൾ പിതാവിന് അപ്പോൾ തന്നെ അറിയാമായിരുന്നു ഈ പുത്രൻ ഇത് നശിപ്പിച്ചു കളയും. He was dealing with a son who did not want to live with the family. ഈ കുടുംബവുമായിട്ട് ജീവിപ്പാൻ ആഗ്രഹിക്കാത്ത ഈ കുഞ്ഞിന്റെ അല്ലെങ്കിൽ പൈതലുമായിട്ടാണ് പിതാവ് ഇടപെട്ടത്. There are many times there are sons who love the family but don't want to live with the പല family. സമയത്തും കുടുംബത്തെ ഇഷ്ടമായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ മക്കളുണ്ട്, എന്നാൽ അവർക്ക് കുടുംബത്തോടൊപ്പമായിരിക്കാൻ താല്പര്യമില്ല. Because they believe there's a better future elsewhere. കാരണം അവർ ചിന്തിക്കുന്നത് മറ്റെവിടെയോ മികച്ച ഒരു ഭാവിയുണ്ട്. As a father, there are seasons where we protect them and there are other seasons we let them go to explore their better future. പിതാക്കന്മാരായിരിക്കുമ്പോൾ നാം അവരെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാലമുണ്ട്. അതിനുശേഷം അവരുടെ ആ ഭാവി അവർ തന്നെ അനുഭവിച്ച് അവരെ അയക്കുന്ന ഒരു സമയമുണ്ട്. There's a season to protect them and there's a season to let them go and learn from the world. അവരെ സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരു കാലമുണ്ട്. അതിനുശേഷം അവർ തന്നെ പുറത്തോട്ട് പോയി അവർ ആഗ്രഹിക്കുന്ന ആ ലോകത്തെ അനുഭവിച്ചറിയുവാൻ വേണ്ടി അവരെ വിടേണ്ട ഒരു സമയമുണ്ട്. Leaving for another country was already in his heart before he asked for the wealth. താൻ ഈ വസ്തുവക ചോദിക്കുന്നതിന് മുമ്പേ തന്നെ മറ്റൊരു ദേശത്തേക്ക് പോകുന്ന ചിന്ത തന്റെ മനസ്സിലുണ്ട്. Because he doesn't want the father to tell him how to spend the money. കാരണം എങ്ങനെ ഈ പണം ചിലവഴിക്കണം എന്നുള്ളതൊന്നും പിതാവ് എന്നോട് പറയണമെന്ന് താല്പര്യമില്ല. We don't want advice from others. We want to live how we want. നമുക്ക് വേണ്ട കാര്യങ്ങൾ മതി, അതിനെക്കുറിച്ച് വലിയ ഉപദേശങ്ങളൊന്നും നമുക്ക് വേണമെന്നില്ല. That is why many times we isolate ourselves from pastors or leaders and people don't want to talk to us because they will hear advice from us. അതുകൊണ്ടാകുന്നു പല സമയത്തും വ്യക്തികൾ പാസ്റ്റർമാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും കുടുംബത്തിൽ നിന്നും മാറി ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ ഉപദേശമൊന്നും വേണ്ട. They isolate themselves. കാരണം അവർ കൂട്ടം വിട്ടു നിൽക്കുകയാണ്. But when they're in trouble, they make a phone call and we don't answer that call at that time. They will say, see, I called him, they didn't even answer. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരൊരു കോൾ ചെയ്യുമ്പോഴത്തേക്കും ആ കോൾ നാം എടുത്തില്ലെങ്കിൽ അവർ പറയും, കണ്ടോ അവർക്ക് യാതൊരു താല്പര്യവുമില്ല, അവരെന്റെ കോൾ എടുത്തില്ല. This was already brooding in the younger son's heart. ഇത് ഇളയ മകന്റെ ഹൃദയത്തിൽ അധികമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. But the father did not stop him. The Bible says the son gathered everything. എന്നാൽ പിതാവ് അവനെ തടുത്തില്ല. തിരുവചനം പറയുന്നത് ഇളയ മകൻ സകലവും സ്വരൂപിച്ച്. Everything means including the land. അതിന്റെ അർത്ഥം എല്ലാം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആ അല്ലെങ്കിൽ ആ ഭൂസ്വത്തും കൂടെ. Which means in front of the father's eyes, the son
was selling property. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പിതാവിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ആ ഭൂസ്വത്ത് ആ മകൻ വിൽക്കുകയാണ്. Sold that and sold that and sold that. അതും വിൽക്കുകയാണ്, ഇതും വിൽക്കുകയാണ്. You can just imagine older brothers seeing new neighbors are coming by. നിങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തിക്കുവാൻ കഴിയും, ആ മൂത്ത സഹോദരൻ ചിന്തിക്കുകയാണ് പുതിയ അയൽവക്കംകാരെല്ലാം വരുന്നു. Father is thinking, we used to farm on that property, but it's gone. പിതാവ് ചിന്തിക്കുകയാണ്, നാം ആ ഇടത്തിൽ അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യുമായിരുന്നു, അതിപ്പോൾ പോയി. He sold everything in front of his father, but he wasted everything away from his father. തന്റെ പിതാവിന്റെ മുൻപിൽ വെച്ച് താൻ എല്ലാം വിറ്റു, അതിനുശേഷം അതെല്ലാം ആ സ്വത്തെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. Son left the family, പിതാവ് കുടുംബത്തിൽ നിന്ന് വിട്ടുപോയി. but the father was able to wait patiently. എന്നാൽ ഈ പിതാവ് ക്ഷമയോടെ കാത്തു നിൽക്കുവാൻ ശക്തനായിരുന്നു. The father had to bear the pain of the choices of someone else selling what he worked hard for. പിതാവ് ഏതിനായിട്ട് കഠിനമായി അധ്വാനിച്ചുവോ അത് മറ്റൊരു വ്യക്തി വിറ്റ് കളയുന്നത് കണ്ടു നിൽക്കേണ്ട ആ വേദനയിലൂടെ കടന്നു പോകേണ്ടി വന്നു. But the father did not care about the loss of his property as much as he cared for the loss of his son. എന്നാൽ പിതാവിനെ സംബന്ധിച്ച് ആ സമ്പത്തിന്റെ നഷ്ടമായിരുന്നില്ല പ്രധാനപ്പെട്ടത്, എന്നാൽ തന്റെ പുത്രനെ നഷ്ടപ്പെടുന്നതായിരുന്നു പ്രധാനം. Fathers, don't love your property more than your children. പിതാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കാൾ അധികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭൂസ്വത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവകൾ ഒന്നും ഇഷ്ടപ്പെടരുത്. The last thing they must remember about you is your generosity. അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട ഏറ്റവും അവസാനത്തെ കാര്യം നിങ്ങളുടേതായിട്ടുള്ള ദയയായിരിക്കും. That till your dying day that you love them. നിങ്ങളുടെ അവസാന ദിവസം വരെ നിങ്ങൾ അവരെ സ്നേഹിച്ചു എന്നുള്ളത് അവർ ഓർക്കണം. That one day when they turn to God, അവർ ഒരു ദിവസം ദൈവത്തിലേക്ക് വരുമ്പോൾ they will respond to that last memory of yours. നിങ്ങളെക്കുറിച്ചുള്ള അവസാനത്തെ ഓർമ്മയ്ക്കനുസരിച്ച് അവർ ദൈവത്തോട് പ്രതികരിക്കും. The Bible says now when he spent everything, a famine came into the country. അവിടെ തിരുവചനം പറയുകയാണ്, എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം He ഉണ്ടായിട്ട് was impoverished. അവന് മുട്ടുവന്നു തുടങ്ങി. You know, the father had to live with the pain of having a bankrupt son. ആ പിതാവിന് ഒന്നുമില്ലാത്ത ദാരിദ്ര്യത്തിലായിരിക്കുന്ന ഒരു പൈതലുണ്ട് അല്ലെങ്കിൽ മകനുണ്ട്, ആ വേദനയും അനുഭവിക്കേണ്ടി വന്നു. Think about it. I never thought of all these things. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ, ഞാൻ Maybe ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടില്ല. News had gone to the father that from the other country. മറ്റു ദേശത്ത് നിന്ന് പിതാവ് പിന്നെ വാർത്ത ലഭിക്കുകയാണ്. How do you know that the news went to the father from another country? എങ്ങനെ അറിയുവാൻ കഴിയുന്നു പിതാവിന് മറ്റു ദേശത്തു നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളത്? Because the older son specifically said he spent all the money on prostitutes and on wicked living. They had details of what he was doing in another place. കാരണം ആ മൂത്തപുത്രൻ പറയുകയാണ്, ഈ ഇളയ മകൻ തൻ്റെതായിട്ടുള്ള പണം എല്ലാം വളരെ ദോഷകരമായ രീതിയിൽ താൻ ചിലവഴിക്കുന്നു എന്നുള്ളതിന്റെ വിവരങ്ങളെല്ലാം ലഭിക്കുകയാണ്. The father had probably heard his son is bankrupt. പിതാവ് കേട്ടുണ്ടാകാം തന്റെ മകന് ഇപ്പോൾ പണമൊന്നുമില്ല. That's why the Bible says he was waiting at the gate when the son was coming from a far distance. He ran, he knew one day my son is coming back. അതുകൊണ്ടാകുന്നു തിരുവചനം പറയുന്നത്, ഈ അപ്പൻ തന്റെ മകന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ മകനെ ദൂരത്ത് നിന്ന് കാണുമ്പോൾ തന്നെ അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. Fathers, let our children remember us as waiting fathers. പിതാക്കന്മാരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെക്കുറിച്ച് ഓർക്കട്ടെ, അതായത് നാം കാത്തു നിൽക്കുന്ന പിതാക്കന്മാരായിട്ട്. This young man went and hired himself to one of the citizens of the land. ഈ യൗവനക്കാരനാണെങ്കിലോ അവൻ അവിടെ ദേശത്തെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. Actually, he has some qualities we must appreciate. നാം അവനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ട ചില ഗുണങ്ങൾ അവനുണ്ട്. As a big businessman, when all the money finished, he was willing to take up a job. ഒരു വലിയ ബിസിനസ്സുകാരനായിട്ട് അവന്റെ കയ്യിലുള്ള പൈസ എല്ലാം പോയപ്പോഴും അവനൊരു ജോലി എടുക്കാൻ ഒരു താല്പര്യമുണ്ടായിരുന്നു. Which means he had a survival instinct. കാരണം അവൻ എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നുള്ളൊരു താല്പര്യമുണ്ടായിരുന്നു. And he became willing to do anything. അവൻ എന്ത് ചെയ്യുവാനും ഒരുക്കമായി. You know, sometimes it takes these kind of situations in your life when God allows you to go your journey and you come to a place you're willing to do anything so that God can finally speak to you. ചില സമയത്ത് നാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴാകും നാം എന്ത് വേണമെങ്കിലും ചെയ്യുവാനുള്ള ആ തയ്യാറെടുപ്പിലേക്ക് വരികയും ദൈവത്തിന് നമ്മോട് ഇടപെടാനും കഴിയുന്നു. Failure teaches us something that success cannot. വിജയത്തിന് പഠിപ്പിക്കുവാൻ കഴിയാത്ത എത്രയോ വലിയ കാര്യങ്ങൾ പരാജയത്തിന് നമ്മളെ പഠിപ്പിക്കുവാൻ When people isolate you and put you away from everyone, that can teach you things when all your friends are all around. വ്യക്തികൾ നിങ്ങളിൽ നിന്ന് മാറി നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ എത്രയോ കൂട്ടുകാർക്ക് പഠിപ്പിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളെ പഠിപ്പിക്കുവാൻ The കഴിയും. father allowed the son to face some consequences. പിതാവ് ഈ പുത്രനെ ചില പരിണത ഫലങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ട് അനുവദിക്കുകയാണ്. Don't try to protect your children from all the consequences. എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിക്കരുത്. Tell them and then I'll ask them to make a decision knowing the consequence. അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം അവരോട് ഈ പരിണത ഫലങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കാൻ അവരോട് പറഞ്ഞാൽ. The son encountered hunger. ഈ മകൻ വിശപ്പ് അനുഭവിച്ചു. Father could have protected him but did not protect him. പിതാവിനെ വേണമെങ്കിൽ അവനെ സഹായിക്കാമായിരുന്നു, എന്നാൽ സഹായിച്ചില്ല. Because the father wanted to know the son to remember not a rescuing father, but remember that the father is a loving father. Anytime he goes back, that the father would be there for him. ഈ പിതാവ് ആഗ്രഹിച്ചത് മകൻ ഓർക്കേണ്ടത് ഓടി വന്ന് സഹായിക്കുന്നതായിട്ടുള്ള ഒരു പിതാവിനെ അല്ല, എന്നാൽ സ്നേഹവാനായിട്ടുള്ള പിതാവാകുന്നു, എപ്പോൾ മടങ്ങി വന്നാലും സ്വീകരിക്കുവാൻ ഒരുക്കമുള്ള പിതാവ്. If he had gone and rescued, the son would never have an opportunity to humble down. ചെന്ന് രക്ഷിക്കുന്നതായിട്ടുള്ള സാഹചര്യമായിരുന്നുവെങ്കിൽ ആ മകന് താഴ്മപ്പെടുവാനുള്ള ഒരു അവസരം ലഭിക്കുകയില്ല. When the son came to a place, before he would eat only mutton biryani. മുമ്പ് അവൻ മട്ടൻ ബിരിയാണി മാത്രമേ കഴിക്കുകയുള്ളായിരുന്നു. Now he is willing to eat anything. ഇപ്പോൾ എന്ത് വേണമെങ്കിലും അവൻ കഴിക്കും. Even what is given to the pigs, it's okay as long as we can eat it. പന്നികൾക്ക് കൊടുക്കുന്ന വാളവര വരെ അവൻ കഴിക്കുവാനായിട്ട് അവന് കുഴപ്പമില്ല. Because verse 16 says he had come to a place now no one was giving him anything. 16-ാമത്തെ വാക്യം പറയുന്നത് ഇപ്പോൾ ആരും അവന് ഒന്നും കൊടുക്കാത്ത സാഹചര്യത്തിലേക്ക് അവൻ ആയിരിക്കുന്നു. So he came to a place he recognized that nobody was giving him anything like his father gave him. തന്റെ പിതാവ് തനിക്ക് നൽകുന്നത് പോലെ മറ്റാരും ഇപ്പോൾ തനിക്ക് ഒന്നും നൽകുന്നില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് അവൻ വന്നിരിക്കുന്നു. Fathers, let your generosity to the children be remembered. പിതാക്കന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മക്കളോടുള്ള ദയ അവർ ഓർത്തിരിക്കട്ടെ. The son said when it came to his senses, the Bible says, തിരുവചനം പറയുന്നു 17-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ he went to his father and said, he was thinking, my father's hired men have more than what I have. എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ എനിക്കുള്ളതിനേക്കാൾ അധികമായി അവർക്കുണ്ട്. It's at this point for the first time the son remembered the generosity of the father. ഈ സമയത്താണ് ആ മകൻ ആദ്യമായിട്ട് പിതാവിൻ്റെതായിട്ടുള്ള ദയയെക്കുറിച്ച് He ഓർക്കുന്നത്. remembered where there is no food for me, nobody is giving me anything, daddy used to give me. അപ്പോൾ ആരും തരാതിരുന്നപ്പോൾ, ഭക്ഷണമില്ലാതിരുന്നപ്പോൾ ചിന്തിക്കുകയാണ്, എന്റെ അപ്പൻ എനിക്ക് നൽകുമായിരുന്നു. That is when he remembered who his father really was. ആ സമയത്ത് താൻ ചിന്തിക്കുകയാണ് ആരാകുന്നു തന്റെ പിതാവെന്ന്. Don't be hasty for your children to come around. Pray for them while they've gone. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരുവാനായിട്ട് നിങ്ങൾ തിടുക്കം കാണിക്കരുത്. അവർ അകലെ ആയിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. The son remembered even the hired servants of the family have more food and wealth than what he had. ഈ മകൻ ഓർക്കുകയാണ്, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. He recognized those who stayed under authority had provision, while those who demanded provision ended up with nothing. തനിക്ക് മനസ്സിലായി, അധികാരത്തിന് കീഴെ നിന്നവർക്ക് എപ്പോഴും കാര്യങ്ങളുടെ ലഭ്യത ഉണ്ടായിരുന്നു, എന്നാൽ പിടിച്ചു വാങ്ങിക്കുവാൻ ശ്രമിച്ചവരോ അവർക്ക് ഇല്ലാതെയായിരിക്കുന്നു. The son saw that even after the economic crisis the son cost the father by taking half the property away, still the father had plenty because his nature had the ability to generate wealth. ആ മകൻ ഓർക്കുകയാണ്, ആ പിതാവിൽ നിന്ന് പകുത്ത് മേടിച്ച് അവിടെ സാമ്പത്തികമായിട്ടൊരു കുറവ് താൻ ഉണ്ടാക്കിയിട്ട് പോലും അവിടെ കൂലിക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ, പിതാവിന് യാതൊരു പ്രശ്നമില്ലാതെ അവർ ജീവിക്കുന്നു. കാരണം ആ പിതാവിന്റെ സ്വഭാവത്തിലുണ്ട് ധനം ആർജിക്കുവാനുള്ള കരുത്ത്. For the first time he saw plenty, a father that had plenty. ആദ്യമായിട്ട് അധികമായിട്ടുള്ള ഒരു പിതാവിനെ താൻ കാണുകയാണ്. Not only that, he saw those who ever associated with that father had plenty. അതോടൊപ്പം തന്നെ ആ പിതാവിനോട് ചേർന്ന് നിൽക്കുന്നവർക്കും അധികമായിട്ടുണ്ട് എന്ന് തനിക്ക് കാണുവാൻ കഴിഞ്ഞിരിക്കുന്നു. That is a principle of spiritual fathering and spiritual sonship. അത് ആത്മീയമായിട്ടുള്ള പിതൃത്വത്തിന്റെയും ആത്മീയമായിട്ടുള്ള പുത്രത്വത്തിന്റെയും ഒരു തത്വം തന്നെയാണ്. Every home carries an anointing. ഓരോ ഭവനത്തിനും ഒരു അഭിഷേകമുണ്ട്. And whoever associates with that father in the family carries the blessing of the anointing the father carries. ആരെല്ലാം ആ ഭവനത്തിന്റെ പിതാവിനോട് ചേർന്ന് നിൽക്കുന്നുവോ ആ കുടുംബത്തിന്റെ ആ പിതാവിന്റെ അഭിഷേകം അവർക്കും ലഭിക്കുന്നു. For the first time he saw the power of alignment. അത് ആദ്യമായിട്ട് ആ അലൈൻമെന്റിന്റേതായിട്ടുള്ള ആ ശക്തി താൻ കാണുകയാണ്. He understood, I must arise and go back and align myself to the father. തനിക്ക് മനസ്സിലായി, ഞാൻ എഴുന്നേറ്റ് ആ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകണം. For the first time he saw his deep need. താൻ ആദ്യമായിട്ട് തന്റെ ആഴത്തിലുള്ള ആവശ്യങ്ങളെ തിരിച്ചറിയുകയാണ്. He saw the cost of wrong alignment with the worldly people. തനിക്ക് മനസ്സിലായി, ലോകക്കാരുമായിട്ടുള്ള തെറ്റായിട്ടുള്ള ക്രമീകരണത്തിൽ തനിക്കുണ്ടാകുന്ന പരിണതഫലങ്ങൾ എന്തെങ്കിലും തനിക്ക് മനസ്സിലാകുകയാണ്. And he said, I will arise and go. താൻ
പറയുകയാണ്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പന്റെ അടുക്കൽ പോകും. He took a step of faith. താൻ വിശ്വാസത്തിന്റെ ഒരു ചുവടെടുത്തു. He humbled down. തന്നെ തന്നെ താഴ്മപ്പെടുത്തി. He made the choice to return to godly order. ദൈവികമായിട്ടുള്ള ക്രമത്തിലേക്ക് മടങ്ങി വരുവാനാണ് തീരുമാനിക്കുകയാണ്. If you are that son, humble down. നിങ്ങൾ ആ പുത്രനാകുന്നുവെങ്കിൽ നിങ്ങൾ താഴ്മപ്പെടുക. Come back to godly order. ദൈവിക ക്രമത്തിലേക്ക് മടങ്ങി വന്നു. Align yourself to the Father. നിങ്ങളെ തന്നെ പിതാവിന്റെ അടുക്കലേക്ക് ചേർത്ത് വെക്കുക. And his anointing will begin to flow over. ആ പിതാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വരും. Father made it clear he could go back anytime. ഏത് സമയത്ത് വേണമെങ്കിലും പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകാം. He reminded him of the kindness of God. ദൈവത്തിൻ്റെതായിട്ടുള്ള കരുണയെക്കുറിച്ച് താൻ ഓർത്തു. The father was willing to listen. പിതാവ് ശ്രദ്ധിക്കുവാൻ തൽപരനായിരുന്നു. And the father was listening, for he was telling the father, Father, I've sinned against you. പിതാവേ, ഞാൻ അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ ശ്രദ്ധിക്കുകയാണ്. Many fathers don't want to listen. പല പിതാക്കന്മാർക്കും ശ്രദ്ധിക്കുവാൻ താല്പര്യമില്ല. You broke my property. നീ എന്റേതായിട്ടുള്ള സ്വത്ത് തകർത്തു. You broke my heart. നീ എന്റെ ഹൃദയം തകർത്തു. You destroyed everything. നീ എല്ലാം നശിപ്പിച്ചു. Fathers, be a listening father. പിതാക്കന്മാരെ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള പിതാക്കന്മാരാകുക. Don't worry about what they destroyed. അവരെന്ത് നശിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾ ഭാരപ്പെടരുത്. You have the ability to multiply it again. നിങ്ങൾക്ക് അത് വീണ്ടും പെരുക്കുവാനായിട്ടുള്ള കഴിവുണ്ട്. Hallelujah. Hallelujah. There is a grace upon your life. അതിൻ്റെതായിട്ടുള്ള കൃപ നിങ്ങളുടെ മേലുണ്ട്. Don't lose your generosity because of the fear of forgetting the grace on your life. നിങ്ങളുടെ മേലുള്ള കൃപ മറന്നുകൊണ്ട് നിങ്ങൾ ഭയത്തിൽ ജീവിക്കരുത്. This listening ear made the boy recognize his sin. ഈ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള കാത് എന്ന് പറയുന്നത് ആ പുത്രന് തന്റെ തെറ്റുകൾ മനസ്സിലാക്കുവാൻ സഹായിച്ചു. He said, I have sinned. I'm no longer worthy to be called your son. ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഇനി അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. I see how much I've broken the father's heart. എത്രമാത്രം ഞാൻ ഈ പിതാവിന്റെ ഹൃദയത്തെ തകർത്തിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു. How far I've gone from the father's lifestyle. ഞാൻ ഈ പിതാവിന്റെ ജീവിത രീതിയിൽ നിന്ന് എത്രമാത്രം അകന്നു പോയിരിക്കുന്നു. But one thing he saw about the father. എന്നാൽ പിതാവിനെ കുറിച്ച് ഒരു കാര്യം കണ്ടു. My father still has the money to hire. എന്റെ പിതാവിന് ഇപ്പോഴും വേലക്കാരെ എടുക്കുവാനുള്ള പണമുണ്ട്. Maybe I will tell him, hire me. ഞാൻ അദ്ദേഹത്തോട് പറയാം, എന്നെ എടുക്കണമേ വേലയ്ക്ക്. Because he knew in this alignment it is better to be hired under a generous father than to be hired by a wicked master in another country. കാരണം ആ മകന് മനസ്സിലാകുകയാണ്, ഇപ്രകാരം ദയാലുവായിരിക്കുന്ന ഈ പിതാവിന്റെ ദാസനാകുന്നത് മറ്റൊരു ദേശത്തുള്ള യജമാനന്റെ അടിമയാകുന്നതിലും നല്ലതാകുന്നത് എനിക്ക് മനസ്സിലാകും. He knew the power of being surrounded by successful servants. വിജയിക്കുന്നതായിട്ടുള്ള ദാസന്മാര് ചുറ്റുമുള്ളതിൻ്റെതായിട്ടുള്ള ശക്തി തനിക്ക് മനസ്സിലായി. That is why God calls us, don't go back into the world. അതുകൊണ്ടാകുന്നു ദൈവം നമ്മെ വിളിച്ചു പറയുന്നത്, നിങ്ങൾ ലോകത്തിലേക്ക് മടങ്ങി പോകരുത്. Surround yourself with people of godly alignment. ദൈവിക ക്രമത്തിലുള്ള വ്യക്തികളുമായി നിങ്ങളെ തന്നെ ചുറ്റുക. Many people isolate themselves. They go through problems and they wonder, why has God left me? പല വ്യക്തികളും അവർ പ്രശ്നങ്ങൾ വരുമ്പോൾ കൂട്ടം വിട്ടു പോവുകയും അതിനുശേഷം പിന്നീട് ആലോചിക്കുന്നു, എന്തുകൊണ്ട് ദൈവം എന്നെ വിട്ടുപോയി. The last thing God left you with was his generosity on the cross. ദൈവം അവസാനമായി നമുക്ക് തന്ന കരുണ എന്ന് പറയുന്നത് ആ ക്രൂശിന്മേലുള്ള കരുണ. That ever we feel we can turn back and look, we will see his generosity on the cross. എപ്പോഴും നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ തിരിഞ്ഞു നോക്കി ദൈവത്തിന്റെ കരുണയെ കാണുവാനായി. The boy returned to the father. ആ മകൻ പിതാവിന്റെ അടുക്കിലേക്ക് വന്നു. Before he reached the father reached him. താൻ പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നതിന് മുമ്പാകെ പിതാവ് അവന്റെ അടുക്കലെത്തി. The father went the extra mile. ആ പിതാവ് അടുത്തൊരു ചുവടും കൂടെ എടുക്കുകയാണ്. Be a father that goes the extra mile. അടുത്ത ഒരു ചുവടും കൂടെ എടുക്കുന്ന ഒരു പിതാവാകുക. Be a father. The father was looking for the lost. ആ പിതാവ് നഷ്ടമായിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി നോക്കുകയാണ്. The father even recognized him in his rags. തൻ്റെതായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള വസ്ത്രങ്ങളിൽ പോലും പിതാവിന് അവനെ തിരിച്ചറിയുവാൻ The last clothes he wore was the ones that took care of pigs. അപ്പോൾ അവസാനമായിട്ട് താൻ ഇട്ട വസ്ത്രം എന്ന് പറയുന്നത് പന്നികളുടെ ഇടയിൽ ഇട്ടപ്പോഴുള്ള വസ്ത്രമാണ്. If you are in your rags today, father recognizes you. ഇന്ന് നിങ്ങൾ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിലായിരിക്കുന്നുവെങ്കിലും പിതാവ് നിങ്ങളെ തിരിച്ചറിയും. He still knows you by your name. പിതാവ് നിങ്ങളുടെ പേർ വിളിച്ച് നിങ്ങളെ അറിയുന്നു. Be a father that calls your children by their name. അവരുടെ പേർ വിളിച്ച് സ്നേഹിക്കുന്ന പിതാവാകുക. Father had compassion. പിതാവിന് അധികമായിട്ടുള്ള മനസ്സലിവുണ്ടായി. Father ran. പിതാവ് ഓടി. He was proactive. താൻ സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ്. The father did not put up his price. പിതാവിന് He did not put up his price like I'm somebody big. ഞാനൊരു വലിയ പുള്ളിയാണ് എന്നൊന്നും പിതാവ് ചിന്തിച്ചില്ല. He was humble. എന്നാൽ താൻ താഴ്മയോടെ ആയിരുന്നു. He did not hesitate to hug the stinking boy. ഈ നാറുന്നതായിട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന ഈ പുത്രനെ അവൻ ആലിംഗനം ചെയ്യുവാൻ മടിച്ചില്ല. He was long suffering. താൻ ദീർഘക്ഷമയുള്ള പിതാവ്. He embraced the loser. ഈ പരാജയമായിരിക്കുന്ന മകനെ അവൻ ഈ പിതാവ് കെട്ടിപ്പിടിക്കുക. He believed in a failure. ഈ പിതാവ് പരാജയമായിരിക്കുന്ന പുത്രനെ വിശ്വസിച്ചു. He embraced the squanderer.
murderer. ഈ ധൂർത്തടിക്കുന്ന പുത്രനെയും ആലിംഗനം ചെയ്തു. He believed in prosperity for his generations. തന്റെ തലമുറകളുടെ മേലുള്ള സമൃദ്ധിക്കായി പിതാവ് വിശ്വസിച്ചു. And this son called to the father. ഈ പിതാവ് Son called to the father. ഈ മകൻ പിതാവിനോട് പറയുകയാണ്, Confessed his sin. തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, Told his present condition. തന്റെ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, Asked for a change of name from son to servant. തന്റേതായിട്ടുള്ള ആ പേര് മാറ്റി പുത്രൻ എന്നുള്ളത് മാറ്റി ദാസനാക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. But the father said, എന്നാൽ പിതാവ് പറയുകയാണ്, he calls out to his servants. തന്റെ ദാസന്മാരെ വിളിച്ചു പറയുകയാണ്. Even after everything, he still had servants. തനിക്ക് എല്ലാം കഴിഞ്ഞപ്പോഴും ദാസന്മാരുണ്ട്. He calls out to his servants. തന്റെ ദാസന്മാരെ വിളിച്ചു പറയുകയാണ്, Bring a robe and a shoe and a ring. അവന് ഉള്ള വസ്ത്രങ്ങളും അവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും കൊണ്ടുവരുവിൻ. Father took initiative. പിതാവ് ആ താല്പര്യം എടുക്കുകയാണ്. Fathers don't stop taking initiative. പിതാക്കന്മാര് ആദ്യത്തെ ചുവടുകൾ എടുക്കുവാൻ മടിക്കരുത്. Keep going, keep loving, keep serving, let them remember your generosity. നിങ്ങളുടെ ദയ അവർ ഓർക്കുമാർ നിങ്ങൾ ആ ചുവടുകൾ എടുക്കുക, നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. The fathers know when to leave the sons and when to go after them again. പിതാക്കന്മാർക്കറിയാം എപ്പോൾ മക്കളെ നയിക്കണമെന്നുള്ളതും എപ്പോൾ അവരുടെ പുറകെ പോകണമെന്നുള്ളതും. He put a robe on his son and shoes on his feet. മേൽത്തരമായ അങ്കി തന്റെ മകന്റെ മേൽ ഇടുകയും അവന്റെ കാലിന് ചെരുപ്പും ഇട്ടു. Fathers gave recognition. പിതാക്കന്മാർ അവർക്ക് അംഗീകാരം നൽകുന്നു. Not afraid to dress him as a son one more time. ഒരിക്കൽ കൂടെ പുത്രനായിട്ട് അവനെ വസ്ത്രം ഉടുപ്പിക്കുവാൻ പിതാക്കന്മാർക്കും. Fathers gave restoration. പിതാക്കന്മാർ ആ യഥാസ്ഥാനപ്പെടുത്തൽ നൽകുന്നു. Gave him a place in the home. ആ ഭവനത്തിൽ വീണ്ടും ഒരു സ്ഥാനം. Father gave forgiveness. പിതാക്കന്മാര് ആ ക്ഷമ നൽകുകയാണ്. Gave the squanderer a love again. ധൂർത്തടിച്ചവന് വീണ്ടും സ്നേഹം പകരുകയാണ്. Father gave provision. പിതാക്കന്മാർ ആ ആവശ്യമായിരിക്കുന്നത് നൽകുകയാണ്. The best robe, the best ring, the best shoes, the best scarf was for the son. മേൽത്തരമായിട്ടുള്ള അങ്കി, കൈക്ക് മേൽത്തരമായിട്ടുള്ള മോതിരം, കാലിന് ചെരുപ്പ്, അതോടൊപ്പം തന്നെ കാളക്കുട്ടിയും. This is why God still answers our prayer. ഇതുകൊണ്ടാകുന്നു ഇപ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. Because he is a good father. കാരണം ഈ ദൈവം നല്ല പിതാവാകും. Fathers give value to the children. പിതാവ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അധികമായിട്ടുള്ള മൂല്യം നൽകണം. Don't wear these dirty clothes. ഈ മോശമായിട്ടുള്ള വസ്ത്രങ്ങൾ നീ ധരിക്കരുത്. My son will wear good clothes. എന്റെ കുഞ്ഞുങ്ങൾ നല്ല വസ്ത്രം ധരിക്കും. He gave authority to his son. താൻ തന്റെ പുത്രന് അധികാരം നൽകി. In the ring that he gave. താൻ നൽകിയതായിട്ടുള്ള ഈ He മോതിരത്തിലൂടെ gave dignity to his son. തന്റെ പുത്രന് താൻ അഭിമാനം നൽകുകയാണ്. Because he gave the sandal. കാരണം Because he gave the sandal. ഈ ചെരുപ്പ് നൽകിക്കൊണ്ട്. Only fathers that have dignity and value are able to give it because of their generosity. ബഹുമാനവും മൂല്യവുമുള്ള പിതാക്കന്മാർക്ക് മാത്രമേ തന്റെ തലമുറകൾക്ക് നൽകുവാൻ കഴിയുകയുള്ളൂ, അവരുടെ ദയ മുഖാന്തരം. After all these expenses this younger boy brought, now father is incurring more expenses. ഈ ഇളയ മകൻ ഉണ്ടാക്കിയ ചെലവുകളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പിതാവ് വീണ്ടും ചെലവ് ചെയ്യുകയാണ്. Father is calling celebration. ഒരു വലിയ ആഘോഷത്തിന് വേണ്ടി പിതാവ് പദ്ധതിയിടുകയാണ്. And he says, kill the fattened calf. ഈ തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവരിക. He said, I want to announce why we are celebrating. My son has come home. എനിക്ക് ഇത് തീർച്ചയായിട്ടും വിളംബരം ചെയ്യണം, എന്തിനു വേണ്ടി നാം ആഘോഷിക്കുന്നു, എന്റെ മകൻ മടങ്ങി വന്നിരിക്കുന്നു. And he doesn't hide sin. He tells everybody, my son was dead but now is alive. അവൻ കാണാതെ പോയിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറയുകയാണ്. Was lost but now he is found. അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, എന്നാൽ ഇപ്പോൾ അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. Grace and truth. കൃപയും അതോടൊപ്പം തന്നെ സത്യവും. Grace and truth. കൃപയും അതോടൊപ്പം തന്നെ This is our problem with revivals. When people see God pouring his grace, they ask, where is the truth? ഇതാകുന്നു പലപ്പോഴും ഉണർവിനെ സംബന്ധിച്ചുള്ള വ്യക്തികളുടെ പ്രശ്നം. ദൈവം കൃപ വ്യാപരിക്കുമ്പോൾ വ്യക്തികൾ ചോദിക്കുന്നത് സത്യം എവിടെ? When they see backsliders come back, where they say, where is the preaching of truth? പിന്മാറ്റക്കാർ മടങ്ങി വരുന്നത് കാണുമ്പോൾ അവർ ചോദിക്കുന്നത് ഈ സത്യം പ്രസംഗിക്കുന്നത് എവിടെ? He showed grace to the backslider and declared truth to the servants. ദൈവമാണെങ്കിലോ ഈ കൃപ പിന്മാറ്റത്തിൽ നിന്ന് വരുന്ന ഈ പുത്രനെ കാണിക്കുകയും അതോടൊപ്പം തന്നെ ദാസന്മാരോട് സത്യം പറയുകയും. He said, my son was dead but now is alive. He proclaimed the coming power of God's resurrection. എന്റെ മകൻ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചവനായിരുന്നു, ഇപ്പോൾ അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു, അവൻ ജീവനോടെ ആയിരിക്കുന്നു, അവൻ പുനരുത്ഥാനത്തിന്റെ ശക്തി അവിടെ പ്രഖ്യാപിക്കുകയാണ്. He said the reason for the celebration is because I value my son. ഈ ആഘോഷത്തിൻ്റെതായിട്ടുള്ള വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ എന്റെ മകന് വില Now കൽപ്പിക്കുന്നു. people may ask, no, you should not celebrate him. He doesn't qualify. The father said, who are you to decide how gracious I must be? വ്യക്തികൾ ഒരുപക്ഷെ പറയുമായിരിക്കാം, നീ അങ്ങനെ ചെയ്യരുത്, നിന്റെ മകൻ അത് അർഹിക്കുന്നില്ല. എന്നാൽ ദൈവം ചോദിക്കുന്നത്, ഞാൻ
എത്ര കൃപാലുവാകണം എന്നുള്ളത് നീയാണോ തീരുമാനിക്കുന്നത്? I will show mercy on whom I want to show mercy. എനിക്ക് ആഗ്രഹമുള്ളവരുടെ മേൽ ഞാൻ കരുണ ചൊരിയും. And I will speak judgment upon whom I want to speak judgment. എനിക്ക് ന്യായവിധി കൽപ്പിക്കേണ്ടവരുടെ മേൽ ഞാൻ ന്യായവിധി കൽപ്പിക്കും. He is God and not us. ദൈവമാകുന്നു, ദൈവമല്ലാതെ He is a നമ്മളല്ല. God of revival. ദൈവമാകുന്നു ഉണർവിന്റെ ദൈവം. And he will declare his loving kindness not based on your nature or my nature, but based on his nature. എന്റെയോ നിങ്ങളുടെ സ്വഭാവത്തിന് അനുസരിച്ചല്ല, എന്നാൽ ദൈവത്തിന്റെ പ്രകൃതം അനുസരിച്ച് ദൈവം തന്നെ സ്നേഹിക്കുന്ന ദയ വെളിപ്പെടുത്തും. Father said, bring out the music. പിതാവ് പറയുകയാണ്, നമുക്ക് വാദ്യഘോഷങ്ങൾ ഉണ്ടാകട്ടെ, Open the dance floor. Hallelujah. നൃത്തഘോഷം ഉണ്ടാകട്ടെ. Oh, Jesus was not ashamed of saying, open the dance floor. യേശു പറയുകയാണ്, നൃത്തം ചെയ്യാമെന്ന് പറയുമ്പോൾ യാതൊരു നാണക്കേടുമില്ല. He said, we are going to have celebration. നാം ആഘോഷിക്കാൻ പോകുന്നു. And he said, and I'm not going to take anyone's permission before I pour out this revival upon the land. ഈ ഉണർവ് ദേശത്തിന്റെ മീതെ പകരുന്നതിന് മുമ്പാകെ ഞാൻ ആരുടെയും സമ്മതമൊന്നും I ചോദിക്കാൻ don't പോകുന്നില്ല. need the permission of the Pharisees and the Sadducees. എനിക്ക് പരീശന്റെയും സദൂക്യരുടെയും ഒന്നും സമ്മതം I ആവശ്യമില്ല. don't need the permission of the ones who are saying, where is the truth? എവിടെ സത്യമെന്ന് ചോദിക്കുന്ന വ്യക്തികളുടെ സമ്മതമൊന്നും എനിക്ക് ആവശ്യമില്ല. I will pour out my spirit because I'm a generous God. ഞാൻ ദയാലുവായിരിക്കുന്ന ദൈവമാകിയാൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. I will call a revival because I am a loving God. ഞാൻ സ്നേഹിക്കുന്ന ദൈവമാകിയാൽ ഞാൻ ഈ ഉണർവിനെ വിളിച്ചു വരുത്തും. I am not ashamed of the people that were backslidden and are coming back. പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരുന്ന വ്യക്തികളെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. They have more tears in their eyes than the preaching of the Pharisees. പരീശന്മാരുടേതായിട്ടുള്ള പ്രസംഗത്തെക്കാൾ അധികമായിട്ടുള്ള കണ്ണുനീർ ഈ പിന്മാറ്റക്കാർക്കുണ്ട്. And the Bible says that God today is looking for those who will seek him. തിരുവചനം പറയുന്നത് ദൈവം തന്നെ അന്വേഷിക്കുന്നവരെ ദൈവം കാണാൻ ആഗ്രഹിക്കുന്നു. And God does not need our permission. ദൈവത്തിന് നമ്മുടെ അനുവാദം ആവശ്യമില്ല. Hallelujah. 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 And then the older son came. അതിനുശേഷം മൂത്തപുത്രൻ വന്നു. And the older son, he was in the field, he approached the house, he heard the music and saw the dancing. മൂത്തപുത്രൻ വന്നപ്പോൾ ആ ഭവനത്തിൽ വലിയ ആനന്ദവും സന്തോഷവും എല്ലാം കേൾക്കുകയാണ്. Theologically incorrect. അവിടെ ദൈവശാസ്ത്രപരമായിട്ട് ശരിയല്ല. ഇത്രയും നാളത്തെ സർവീസസിലൊന്നും മ്യൂസിക്കും ഡാൻസിംഗ് ഒന്നും കണ്ടില്ല. Till now in the services we didn't see any music or dancing. ഇപ്പോ എന്താ പുതിയൊരു കൂത്ത്? What is something new now? ഇപ്പോ എന്താ പുതിയൊരു എക്സ്ട്രാ ദൈവ സാന്നിധ്യം? What is that new presence of God? God will do according to his generosity. ദൈവം തന്റെ ദയക്കൊത്തവണ്ണം ചെയ്യും. And he does not need our permission. ദൈവത്തിന് നമ്മുടെ അനുവാദം He will ആവശ്യമില്ല. pour his spirit upon all flesh. ദൈവം സകല ജഡത്തിന്മേലും Upon തന്റെ the sons ആത്മാവിനായി and the daughters God will do it. തന്റെ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും ദൈവം അയക്കും. But the older sons cannot handle it. എന്നാൽ മൂത്തപുത്രന്മാർക്ക് അത് കൈകാര്യം ചെയ്യാൻ I കഴിയുന്നില്ല. want you to know God has a word even for the older sons. You are still my son. ഞാൻ നിങ്ങളോട് പറയട്ടെ, മൂത്തപുത്രന്മാരോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇപ്പോഴും എന്റെ മക്കൾ തന്നെയാണ്. Even if you can't see it, you are still my son. നിങ്ങൾക്കത് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾ എന്റെ മക്കൾ തന്നെയാണ്. They had music and dancing and the father didn't hesitate. അവിടെ വാദ്യവും നൃത്തഘോഷവും കേട്ട് പിതാവിന് അതിൽ യാതൊരു തടസ്സവും തോന്നിയില്ല. God brought out music, dancing, food and gifts. ദൈവം വാദ്യം, നൃത്തഘോഷം, ഭക്ഷണം, അതോടൊപ്പം തന്നെ സമ്മാനങ്ങളും And കൊണ്ടുവന്നു. celebration without any permission from anybody. മറ്റാരുടെയും അനുവാദമില്ലാതെ തന്നെ അവിടെ ആഘോഷിക്കുകയാണ്. I believe the father was also dancing for a son coming home. ഞാൻ Hallelujah. വിശ്വസിക്കുന്നു ഈ പുത്രൻ മടങ്ങി വരുന്നതിനെ കുറിച്ച് പിതാവും നൃത്തം ചെയ്തു. പിന്നെ മരണത്തിൽ നിന്ന് തിരിച്ചു കിട്ടിയ പുത്രൻ തിരിച്ചു വരുമ്പം ഡാൻസ് അല്ലാതെ പിന്നെ എന്തുവാ ചെയ്യേണ്ടത്? Because when the son is coming back from death, shouldn't we dance? Any father will dance when the son comes back. ഏതൊരു പിതാവും നൃത്തം ചെയ്യും ഇതുപോലെ ഒരു പുത്രൻ മടങ്ങി He വരുമ്പോൾ. was not ashamed of the sound of celebration in the land that the prodigal son came back. ഈ മുടിയനായ പുത്രൻ മടങ്ങി വന്നു എന്നുള്ള ആ നൃത്തവാദ്യത്തിൻ്റെതായിട്ടുള്ള ശബ്ദത്തെ കുറിച്ച് പിതാവിന് യാതൊരു ലജ്ജയുമില്ല. Some people will say, oh ഒത്തിരി മ്യൂസിക് വേണ്ട, അവരറിയ മുടിയൻ വന്നെന്ന്. അപ്പം പറയാം, അവരൊന്ന് അറിയട്ടെ മുടിയൻ വന്നെന്ന്. Hallelujah. Some people would say that actually we don't need so much of sound because the others will know the prodigal has returned. But now the father is saying, let everyone know that the prodigal has That is returned. the generosity of the father. He is not ashamed of his മുടിയൻ പുത്രന്മാര്. അതാകുന്നു ഈ ദൈവത്തിന്റെ ദയ എന്ന് പറയുന്നത്. മുടിയനായ പുത്രന്മാരെ കുറിച്ച് ഈ പിതാവ് ലജ്ജിക്കുന്നില്ല. And the older one called the servants.
ഈ മൂത്ത പുത്രൻ ദാസന്മാരെ വിളിച്ച് He exercises authority. Hey, താൻ come here. തന്നെ- താൻ തന്റെ അധികാരത്തെ ഉറപ്പിക്കുകയാണ്. He calls the servants, give me a report, what is going on inside? ദാസന്മാരെ വിളിച്ച് ചോദിക്കുകയാണ്, അകത്ത് എന്ത് സംഭവിക്കുന്നുള്ള പറ. Because property was divided in two, it was his now. കാരണം തന്റേതായിട്ടുള്ള സ്വത്തെല്ലാം പകുത്ത് ഇപ്പോൾ ബാക്കിയുള്ളത് തന്റേതാണ്. And he's questioning the revival. അവിടെ ഉണർവിനെ കുറിച്ച് ചോദിക്കുകയാണ്. എന്തോ അവിടെ ഒരു ചാട്ടം. Why there is so much of dancing? ഒത്തിരി ഇമോഷണൽ അവിടെ. So much of emotions. അപ്പം പറയാ അതെ ഇമോഷണൽ തന്നെ, മോൻ തിരിച്ചു വന്ന ഇച്ചിരി ഇമോഷണൽ ആവും. And the daddy is saying actually yes, we are emotional because the son has come back. Hallelujah. Hallelujah. മോൻ വന്നാൽ ഇച്ചിരി ഇമോഷണൽ ആവും. When the son comes we will be നിനക്ക് emotional. മനസ്സിലാത്തില്ല, നീ അപ്പനല്ലാത്തോണ്ടാ. You will not understand because you are not a father. എന്ന് നീ അപ്പനാവുന്നു, മൂത്ത പുത്രന് ആ സ്ഥാനം മാറുമ്പോൾ ഇളയവൻ തിരിച്ചു വരുന്നതിന്റെ സന്തോഷം അന്ന് നിനക്ക് മനസ്സിലാവും. When you change your place from the elder son to the father, you will understand the joy of the younger son coming home. അന്ന് വീട്ടിലെ ഓർഡർ ഒക്കെ ഇച്ചിരി മാറും, ഡാൻസിങ് ആണ് ഇച്ചിരി ചേഴ്സ് ഒക്കെ ചിലപ്പോൾ അങ്ങ് മാറിയെന്നിരിക്കും. That day the order in the house will be different. The chairs will be put to side. ചിലപ്പോൾ 1 മണിക്കൂറത്തെ പ്രാർത്ഥന 2 മണിക്കൂറത്തെ ചാട്ടമായിരിക്കും. Sometimes instead of that 1 hour service it will be 2 hours. ഈ അപ്പച്ചൻ ഇച്ചിരി ഇമോഷണൽ ആയിരുന്നു, കുറച്ച് ഡാൻസിങ്ങും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. This Appachan was a little emotional. There was some singing and dancing. And he tells the older son, അതിനുശേഷം മൂത്തപുത്രനോട് പറയുകയാണ്, because the older son was questioning the revival. കാരണം ഈ ഉണർവിനെ മൂത്തപുത്രൻ ചോദ്യം ചെയ്യുകയാണ്. He is wondering, what is this celebration? എന്താണ് ഈ ആഘോഷം? What is this celebration going on? എന്താണ് ഈ ആഘോഷം ചോദിക്കുകയാണ്. മൂത്തപുത്രൻ വിചാരിച്ചു സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ അത് എന്നെ കുറിച്ചായിരിക്കണം. The elder son thought actually if there is a celebration it will be about me. Because he was saying, he was wondering to define what is going on. He's asking actually എന്തോ സംഭവം. Because he is wondering what is the actual issue about. I served in the field. ഞാൻ ഈ വയലിൽ വേല ചെയ്തു. I took care of daddy. ഞാൻ പിതാവിന്റെ എല്ലാ കാര്യങ്ങളും I നോക്കി. didn't question anything. ഞാൻ ഒന്നും ചോദിച്ചില്ല. I obeyed all the commandments. ഞാൻ എല്ലാ കൽപ്പനകളും അനുസരിച്ചു. എനിക്ക് വേണ്ടിയായിരിക്കും പാർട്ടി. Definitely the party will be for me. And that is what broke his heart. അതാകുന്നു തന്റെ ഹൃദയത്തെ തകർത്തത്. What broke his heart was that the revival was not about him, it was about the sinner. തന്റെ ഹൃദയം തകർത്തത് ഇതായിരുന്നു, ആ ഉണർവെന്ന് പറയുന്നത് തന്നെ കുറിച്ചായിരുന്നില്ല, പാപിയെ കുറിച്ചായിരുന്നു. ഇവരുടെ വിഷയം എന്താണെന്നറിയോ? ഉണർവ് അവരുടെ ഇടയ്ക്കല്ല വന്നേ, പാപികളുടെ ഇടയ്ക്ക് വന്നതിന്റെ പ്രയാസമാണ്. Do you know what is the issue? The issue is that actually the revival didn't happen in between them, but it came in between the sinners. Is somebody listening to me today? ഇന്ന് ആരെങ്കിലും എന്നെ My father ശ്രദ്ധിക്കുന്നുണ്ടോ? is a generous father. എന്റെ പിതാവ് ദയാലുവായിരിക്കുന്ന My father പിതാവാണ്. is a generous father. എന്റെ പിതാവ് He ദയാലുവായിരിക്കുന്ന comes പിതാവാണ്. out to see the son. ആ പിതാവ് മകനെ കാണുവാൻ വരുന്നു. And when he comes to see the son, ആ മകനെ കാണുവാൻ വന്നപ്പോൾ and he asks the son, why you not coming inside? എന്തുകൊണ്ട് നീ അകത്ത് വരുന്നില്ല? Why you not coming inside? എന്തുകൊണ്ട് നീ അകത്ത് വരുന്നില്ല? That the father realized the son did not want to align with the father now. ഇപ്പോൾ ആ പിതാവുമായിട്ട് ക്രമീകരണത്തിലാകുവാൻ മൂത്തപുത്രന് താല്പര്യമില്ല. Now his pride is stopping him from aligning. ഇപ്പോൾ തന്റെ അഹംഭാവം എന്ന് പറയുന്നത് ആ പിതാവുമായിട്ട് ക്രമീകരണത്തിലാകുവാൻ He സഹായിക്കുന്നില്ല. doesn't want to align with the younger one. തന്റെ ഇളയ സഹോദരനുമായിട്ടും ക്രമീകരണത്തിലാകാൻ താല്പര്യമില്ല. Betrayer has come home. അപ്പോൾ Betrayer has come home. ഒറ്റിക്കൊടുത്തവൻ തിരിച്ചു വന്നിരിക്കുന്നു. Father has violated me because I worked so hard for him. He's never appreciated me. പിതാവാണെങ്കിൽ എന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഞാൻ എത്രയോ കഠിനമായി വേല ചെയ്തിരിക്കുന്നു, എന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. He had an eye on that calf. Father gave that also away. ആ ഒരു തടിപ്പിച്ച കാളക്കുട്ടിയെ ഞാൻ നോട്ടമിട്ട് വെച്ചിരിക്കുകയായിരുന്നു, അതിനെയും കൊടുത്തു. These Pharisees, they have an eye on a large honor, പക്ഷെ അവിടെ അല്ല വരുന്നത്. ഇപ്പൊ എന്ത് ചെയ്യാനാ? These Pharisees has an eye on this big revival, but that's not where the Lord is sending it. He became angry. അവന് ദേഷ്യപ്പെട്ടു. The son was unable to celebrate with the father. പിതാവുമായിട്ട് ആഘോഷിക്കുവാനായിട്ട് പുത്രന് കഴിഞ്ഞില്ല. The son was unable to see the value of the lost. ഈ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി മടങ്ങി വരുന്നതിന്റെ വില കാണുവാൻ ആ പുത്രന് കഴിഞ്ഞില്ല. He could only see what he didn't get. തനിക്ക് കിട്ടാത്തത് മാത്രമേ തനിക്ക് കാണാൻ കഴിഞ്ഞു. He did not value his brother. തന്റെ സഹോദരനെ താൻ വില കൽപ്പിച്ചില്ല. Pharisees don't know how to value the sinners. പരീശന്മാർക്ക് പാപികളെ എങ്ങനെ കാണണമെന്ന് അവർക്ക് അറിയുകയില്ല. He lived in the same house with the father but did not carry the heart of the father. അതേ പിതാവിന്റെ അതേ ഭവനത്തിൽ തന്നെ വസിച്ചു, എന്നാൽ പിതാവിന്റെ ഹൃദയമില്ലായിരുന്നു. But the father came out. എന്നാൽ പിതാവ് പുറത്തു വന്നു. And the Bible says he pleaded with the sons. ഈ മക്കളുമായിട്ട് അല്ലെങ്കിൽ ഈ മകനുമായിട്ട് അപേക്ഷിച്ചു എന്ന് പറയുകയാണ്. A father knows how to plead with his children. പിതാവിന് തന്റെ മക്കളോട് അപേക്ഷിക്കുവാനും അറിയാം. Even when the children don't want to hear. മക്കൾക്ക് കേൾക്കുവാൻ ഇഷ്ടമില്ലാത്തപ്പോൾ He was humble enough to come and plead with a proud son.
താൻ താഴ്മപ്പെട്ട് അഹംഭാവിയായിരിക്കുന്ന മനുഷ്യനോട് അല്ലെങ്കിൽ മകനോട് താൻ അപേക്ഷിക്കുകയാണ്. The father left the celebration to go after a lost son. പിതാവ് ആ ആഘോഷം വിട്ട് നഷ്ടമായിരിക്കുന്ന മകന് പുറകെ പോവുകയാണ്. Before he left the crying house to go after a dead son, now he left the celebration house to go after a lost son. മുമ്പ് ഒരു വിലാപഭവനം വിട്ട് നഷ്ടമായിരിക്കുന്ന മകന് പുറകെ താൻ പോയി. എന്നാൽ ഇപ്പോഴോ ആനന്ദമുള്ള ഭവനം വിട്ട് അഹംഭാവിയായിരിക്കുന്ന മകന് പുറകെ പോവുകയാണ്. Oh, older son told him, all these years I served you, you didn't give me anything. മൂത്തപുത്രൻ പറയുകയാണ്, ഈ കാലം അത്രയും ഞാൻ നിന്നെ സേവിച്ചു, നീ എനിക്ക് ഒന്നും തന്നില്ല. Father listened to him. പിതാവ് അവനെ ശ്രദ്ധിച്ചു, just like he listened to the younger son. ഇളയ മകനെ എങ്ങനെ ശ്രദ്ധിച്ചു അതുപോലെ ശ്രദ്ധിച്ചു. Heard the grievances of the demands of the younger son. അപ്പോൾ ഇളയ മകൻ്റെതായിട്ടുള്ള തന്റെ ഡിമാൻഡുകൾ കേട്ടു. And heard the grievances of the older son. അതോടൊപ്പം തന്നെ മൂത്തപുത്രൻ്റെതായിട്ടുള്ള പരാതികളും കേട്ടു. If you are a father, you have to learn to hear the demands of the wayward and the grievances of your hurting children. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു പിതാവാകുന്നുവെങ്കിൽ വഴിവിട്ടു പോകുന്നവരുടേതായിട്ടുള്ള ഡിമാൻഡുകൾ കേൾക്കുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഡിമാൻഡ് കേൾക്കുവാനും നിങ്ങൾക്കറിയണം. അതോടൊപ്പം തന്നെ എന്നാൽ അഹംഭാവി ആയിരിക്കുന്നവരുടേതായിട്ടുള്ള ആ പരാതികൾ കേൾക്കുവാനും നിങ്ങൾക്കറിയാം. But to this son the father spoke truth. എന്നാൽ ഈ സമയത്ത് ഈ മകനോട് പിതാവ് സത്യം പറഞ്ഞു. To the younger one he showed grace. ഇളയ മകനോട് കൃപ കാണിച്ചു. To the older one he spoke truth. എന്നാൽ മൂത്ത മകനോട് സത്യം പറഞ്ഞു. To the ones who understand grace, God will show grace. കൃപ മനസ്സിലാകുന്നവരോട് ദൈവം കൃപ കാണിക്കും. And to the ones who understand truth, God will speak truth. സത്യം മനസ്സിലാകുന്നവരോട് ദൈവം സത്യം സംസാരിക്കും. After they come into the family, അവർ കുടുംബത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ he will show the ones with grace, he will speak truth, and the ones who shows truth, he will show grace. കൃപ കാണിച്ചവരോട് സത്യം പറയുകയും സത്യം പറഞ്ഞവരോട് കൃപ കാണിക്കുകയും He told the older one, your son, younger brother destroyed everything. അപ്പോൾ ആ മൂത്തപുത്രനോട് ഈ പിതാവ് പറയുകയാണ്, നിന്റെ ഇളയ സഹോദരൻ അവൻ സകലതും നശിപ്പിച്ചു. You think I'm unjust? ഞാൻ അന്യായം കാണിക്കുന്നു നീ ചിന്തിക്കുകയാണ്. Everything I have is your inheritance. ഇപ്പോൾ എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. But he said, but you restore your brotherhood back. എന്നാൽ നീ നിന്റെ സഹോദരനെ തിരിച്ചു കൊണ്ടുവരിക. Pharisees, restore your brotherhood back with those sinners that are coming back. പരീശന്മാരെ തിരിച്ചു വരുന്ന പാപികളുമായി നിങ്ങൾ നിരപ്പിലാകുക. Acknowledge the loyalty that God is loyal both to the sinners and to the ones that are walking in pride. ദൈവം പാപികളോടും അഹങ്കാരത്തിൽ നടക്കുന്നവരോടും കാണിക്കുന്ന വിശ്വസ്തത നിങ്ങൾ മനസ്സിലാക്കുക. And he tells the older boy, ഈ മൂത്ത സഹോദരനോട് പറയുന്നു, I know you have not lived a life of sin. നീ പാപത്തിന്റെ വഴിയിൽ നടന്നിട്ടില്ല എന്ന് എനിക്കറിയാം. I know you have obeyed me in everything. നീ എന്നെ എല്ലാത്തിലും അനുസരിച്ചു എന്ന് എനിക്കറിയാം. But let me tell you what you don't know. എന്നാൽ നിനക്കറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. You have never gone through hunger. നീ വിശപ്പിലൂടെ കടന്നു പോയിട്ടില്ല. You don't know what it means to be dead. നിനക്ക് മരിച്ച അവസ്ഥ എന്നൊന്നും അറിയുകയില്ല. You don't know what it means to be lost. നിനക്ക് നഷ്ടമാകുന്ന അവസ്ഥ എന്നൊന്നും അറിയുകയില്ല. You don't know what it means to eat pig's food. അപ്പോൾ പന്നിയുടെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നിനക്ക് അറിയുകയില്ല. You don't know what it means to be a father who's crying when his son is eating pig's food. You don't know. തന്റെ മക്കൾ പന്നിയുടേതായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കാണുന്ന ഒരു പിതാവിന്റെ വേദന നിനക്ക് അറിയുകയില്ല. You don't know what it means to humble down before a father whom you broke his heart. തന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചതായിട്ടുള്ള ആ പിതാവിന് മുമ്പാകെ ഹൃദയം തകർന്ന് മടങ്ങി വരുന്ന അനുഭവം നിനക്കില്ല. You don't know what it means. What is the pain of working in a foreign country for a wicked leader? ഒരു ദുഷ്ടനായിരിക്കുന്ന യജമാനന്റെ വേണ്ടി വിദേശത്ത് വേല ചെയ്യുന്ന എന്തെന്ന് നിനക്ക് അറിയുകയില്ല. Because you only lived in a good country with a generous father. കാരണം ഒരു ദയാലുവായിരിക്കുന്ന പിതാവിന്റെ കൂട്ടത്തിൽ മാത്രമേ നീ വേല ചെയ്തിട്ടുള്ളൂ. You are in privilege all the time, all your life. നീ എല്ലായ്പ്പോഴും നിനക്ക് ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. You don't know what it means to be grateful. All these years the boy went away. You ate from my house. നിനക്ക് നന്ദി എന്തെന്ന് തിരിച്ചറിയുന്നില്ല. കാരണം ഈ ഇളയ സഹോദരൻ പോയപ്പോഴെല്ലാം നീ എന്റെ സമ്പത്തിൽ നിന്ന് ഭക്ഷിച്ചു. He said, just like I restored the younger one. ആ ഇളയ മകനെ ചേർത്ത് കൊണ്ടതുപോലെ, son, come home. മകനെ നീ ഭവനത്തിലേക്ക് വരിക. Join the revival. ഈ ഉണർവിലേക്ക് മടങ്ങി വരിക. Join the celebration. ഈ സന്തോഷത്തിലേക്ക് ആഘോഷത്തിലേക്ക് മടങ്ങി വരിക. And he said, because my son was dead, എന്റെ മകൻ മരിച്ചു പോയതുകൊണ്ട്, he is now declaring truth to the older one. ഇപ്പോൾ സത്യം മൂത്ത പുത്രനോട് പറയുകയാണ്. There's a reason to celebrate. നിങ്ങൾക്ക് ആഘോഷിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ആഘോഷിക്കാൻ ഒരു കാരണമുണ്ട്. He spoke truth to the older one. മൂത്ത സഹോദരനോട് സത്യം സംസാരിച്ചു. And love to the younger one. അതോടൊപ്പം തന്നെ ആ ഇളയ മകനോട് സ്നേഹം പറയുക. God wants to restore the family. ദൈവത്തിന് ഈ കുടുംബത്തെ ഒന്നിച്ചു കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. He told that the younger one was never alive and the older one was always living. ദൈവം പറയുകയാണ്, ഈ ഇളയ മകൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല, എന്നാൽ മൂത്ത മകനാണെങ്കിലോ എല്ലായ്പ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കും. Younger one got gifts
Older one owned everything. ഇളയ മകനാണെങ്കിൽ അവന് സമ്മാനങ്ങൾ ലഭിച്ചു, എന്നാൽ മൂത്ത മകനാണെങ്കിലോ അവൻ എല്ലാത്തിന്റെയും ചുമതലക്കാരനാണ്. Speaking truth to the older one. ഈ മൂത്ത മകനോട് സത്യം പറയുകയാണ്. Reminded him that he had never known the pain of living because he lived under the shelter of his father. ഈ പിതാവിൻ്റെതായിട്ടുള്ള നിഴലിൻ കീഴെ ജീവിച്ചതുകൊണ്ട് അവന് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ജീവിത സാഹചര്യങ്ങളെ കുറിച്ച്. He said, you have never been alone. നീ ഏകാന്തത അനുഭവിച്ചിട്ടില്ല. Never hungry. നിനക്ക് വിശപ്പ് അനുഭവിച്ചിട്ടില്ല. Never abandoned. നിന്നെ ആരും തഴഞ്ഞിട്ടില്ല. Never poor. നീ ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല. Never lost. നീ നഷ്ടമായിട്ടില്ല. You never had to humble down. നിനക്ക് താഴ്മപ്പെടേണ്ടി വന്നിട്ടില്ല. Never had filthy clothes. നിനക്ക് മോശമായിട്ടുള്ള വസ്ത്രങ്ങൾ ലഭിച്ചിട്ടില്ല. Never had pig's food. നിനക്ക് പന്നിയുടെ ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടില്ല. Never had to ask for a job. ആർക്കും ഒരു ജോലിയുടെ കാര്യം ചോദിക്കേണ്ടി വന്നിട്ടില്ല. Never had to ask for a place to sleep. ഉറങ്ങാൻ ഒരു സ്ഥലം ചോദിക്കേണ്ടി വന്നിട്ടില്ല. Never asked, treat me like a servant. എന്നെ ഒരു ദാസനായിട്ട് കരുതണമേ എന്ന് ചോദിക്കേണ്ടി വന്നിട്ടില്ല. And the father restored the older son back to fellowship. പിതാവ് ആ മൂത്ത പുത്രനെയും തിരിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ്. Today our father is a reconciler and a restorer. ഇന്ന് നമ്മുടെ പിതാവ് എന്ന് പറയുന്നത് യഥാസ്ഥാനപ്പെടുത്തുകയും നമ്മെ മടക്കി കൊണ്ടുവരികയും ചെയ്യുന്ന പിതാവാണ്. Fathers carry the same heart. പിതാക്കന്മാർക്ക് അതേ ഹൃദയം തന്നെയാണുള്ളത്. Full of grace. കൃപ നിറഞ്ഞത്. Full of truth. സത്യം നിറഞ്ഞതും. Full of grace. കൃപ നിറഞ്ഞതും. And full of truth. സത്യം നിറഞ്ഞതും. And know when to demonstrate which one. ഏത് എപ്പോൾ പ്രകടിപ്പിക്കണം എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. Father, we worship you this morning time. പിതാവേ, ഈ പ്രഭാത സമയത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. We want to pray for the fathers today. ഇപ്പോൾ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. As the fathers rise up to our feet. പിതാക്കന്മാരൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? Father, we submit our fatherhood into your hands. പിതാവേ, ഞങ്ങളുടെ പിതൃത്വം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കും. We thank you for these precious fathers. ഈ അനുഗ്രഹിക്കപ്പെട്ട പിതാക്കന്മാർക്കായി ഞങ്ങൾ നന്ദി പറയാം. Teach us how to be gracious to our children. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൃപാലുവാകേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. And teach us when to speak truth to them. എപ്പോൾ സത്യം അവരോട് പറയണമെന്നുള്ളത് ഞങ്ങളെ പഠിപ്പിക്കണമേ. Let their last memories be one of great generosity from us. ഞങ്ങളെക്കുറിച്ചുള്ള അവരുടെ അവസാനത്തെ ഓർമ്മ എന്ന് പറയുന്നത് വലിയ സ്നേഹത്തിന്റെയും കരുണയുടെയും ആകട്ടെ. I pray a release of authority. കർത്താവേ, അധികാരത്തിന്റെ പകർച്ച ഞാൻ പ്രഖ്യാപിക്കുന്നു. Release of your grace. അങ്ങയുടെ കൃപയുടെ പകർച്ച പ്രഖ്യാപിക്കുന്നു. Release of your love. അങ്ങയുടെ സ്നേഹത്തിന്റെ പകർച്ച പ്രഖ്യാപിക്കുന്നു. Release of your anointing. അങ്ങയുടെ അഭിഷേകത്തിന്റെ പകർച്ച പ്രഖ്യാപിക്കുന്നു. Upon all these fathers today. ഈ എല്ലാ പിതാക്കന്മാരുടെ മേലും. And Father, we will fulfill everything concerning us. പിതാവ് നിങ്ങളെക്കുറിച്ചുള്ള സകലതും നിവൃത്തിയാക്കേണ്ടതിന് We give you all the glory and honor. എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങേക്ക്. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ തന്നെ. Amen. ആമേൻ. Amen.